കുട്ടനാടൻ പെണ്ണിനിന്നു കെട്ടുപ്രായക്കാലമായിരേ. കൊട്ടുവേണം, കുരുവ വേണം, കെട്ടുതാലി പൊന്നും വേണം. കുട്ടനാടൻ പെണ്ണിനിന്നു കെട്ടുപ്രായക്കാലമായിരേ. കൊട്ടുവേണം, കുരുവ വേണം, കെട്ടുതാലി പൊന്നും വേണം. കിഴക്ക് മാനത്ത് ഉലയിൽ രാഗണ പുലരി തട്ടാനേ. പെണ്ണിനു ചാത്താൻ നെയ്യഴകൊത്തൊരു മിന്നാര തന്നാട്ടേ. ഞൊറിഞ്ഞു കുത്തി വിരുന്നു പോകണ തുറുമ്പിക്കായലേ. നിന്റെ പളപളമിന്നും പട്ടുചീലയും പൊട്ടും തന്നാട്ടേ. കുട്ടനാടൻ പെണ്ണിനിന്നു കെട്ടുപ്രായക്കാലമായിരേ. കൊട്ടുവേണം, കുരുവ വേണം, കെട്ടുതാലി പൊന്നും വേണം. പുഞ്ചപ്പാടം കൊയ്യാനെത്തിയ പഞ്ചവർണ്ണ തത്തമ്മേ. നാടുനീളെ ചൊല്ലാമോ നീ മംഗല്യമാമാങ്കം. പുന്നല്ലിൻ പുത്തരിച്ചോറും പപ്പടവും പായസവും. നാക്കിലയിൽ നിറയെ വട്ടക്കറികളൊരുക്കേണ്ടേ. കുട്ടനാടൻ പെണ്ണിനിന്നു കെട്ടുപ്രായക്കാലമായിരേ. കൊട്ടുവേണം, കുരുവ വേണം, കെട്ടുതാലി പൊന്നും വേണം. തന്നാര 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 തരതര തന്നാര തരതര. മകരവെയിലിൻ മഞ്ഞു പാകിയ മഞ്ചത്തിൽ നിന്നുകെട്ട്. മഞ്ഞുലാവണ രാവിലവരുടെ കന്നിപ്പാർപ്പ്. മധുവിധുവിൻ മധുരം നുകരാൻ മണിമാരൻ അണയുമ്പോൾ. മാരന്നുമയങ്ങാൻ മഞ്ചക്കട്ടിലൊരുക്കേണ്ടേ. കുട്ടനാടൻ പെണ്ണിനിന്നു കെട്ടുപ്രായക്കാലമായിരേ. കൊട്ടുവേണം, കുരുവ വേണം, കെട്ടുതാലി പൊന്നും വേണം. കുട്ടനാടൻ പെണ്ണിനിന്നു കെട്ടുതാലി കാലമായിരേ. കൊട്ടുവേണം, കുരുവ വേണം, കെട്ടുതാലി പൊന്നും വേണം.
വിളിച്ച വെളിപ്പുറത്ത് നിന്നെ പൊന്നു തമ്പുരാനെ വിളിച്ച വെളിപ്പുറത്ത് നിന്നവനെ പൊന്നു തമ്പുരാട്ടി എല്ലാ ദോഷങ്ങളും മാറ്റിത്തരണം. അപ്പന്റെ ചാവിപ്പ് എവിടെയുണ്ട്? സർവേശ്വര സർവശക്തനായ പൊന്നു തമ്പുരാനെ വിളിച്ച വെളിപ്പുറത്ത് നിന്നെ പൊന്നപ്പൂപ്പ പൊന്നു ദൈവങ്ങളെ കാത്തുരക്ഷണം. ചാറുപ്പം മലയാളപ്പുഴയുണ്ട്. പൊന്നപ്പൂപ്പ പൊന്നമ്മേ വിളിച്ച വെളിപ്പുറത്തുനിന്ന് തന്നെ ദൈവങ്ങളെ. അപ്പൻ എവിടെ ഇരിക്കാൻ ആഗ്രഹം? സർവേശ്വര സർവശക്തനായ പൊന്നു തമ്പുരാനെ വിളിച്ച വെളിപ്പുറത്തുനിന്ന് പൊന്നമ്മേ ആണാളിയാത്ത ചാവുള്ള മണ്ണാണെങ്കിൽ മലയാളപ്പുഴ നിൽക്കാനാണ് ആഗ്രഹം. വെളിപ്പുറത്തെത്തിയിട്ടുണ്ട്. ദൈവങ്ങളെ എന്താ തന്തോയവായോ? എത്ര വലിയ ത്രികാലജ്ഞാനി ആയാലും വേലത്താൻ്റെ അടുത്ത് മുട്ടുമടക്കും. ചാറ്റുതറയിലെ തെളിവിളക്കിന് മുന്നിലിരുന്നാൽ ഭഗവതിയും ചാത്തനും ഒന്നായി മാറുമെന്നാ കേൾവി. ആ അത് സത്യം തന്നെയല്ലേ. എത്ര മാറാരോഗങ്ങൾക്കാ ശാന്തി കിട്ടിയിട്ടുള്ളത്, എത്ര തെളിയ കേസുകൾക്കാ തുമ്പുണ്ടാക്കിയിട്ടുള്ളത്. വാ ചാറ്റ് കഴിഞ്ഞു. ഈ വേലത്താൻ്റെ വീട് എവിടാ? ആഹാ, ഇന്നിപ്പം കടവുറന്ന് പിന്നെ 10-20 ടീമിനോടാ വഴി പറഞ്ഞു കൊടുക്കുന്നത്. ദേ ഇതുവഴി നേരെ അങ്ങ് പോയാൽ മതി. ഓക്കെ ഓക്കെ ശരി. എവിടെ നിന്നൊക്കെയാണോ ആൾക്കാർ ഈ നാട്ടിലോട്ട് വരുന്നത്? ഈ കരയുടെ തന്നെ കാലം തെളിഞ്ഞു എന്നാ തോന്നുന്നു. വരട്ടേടോ, വേലത്താൻ കാരണം കട തുറക്കാൻ നല്ല ഉഷാറാ. എന്താ തമ്പ്ര, കുഴി വീണ് ചെളിയായോ? അതെ, ആണുങ്ങളാകുമ്പോ ചെളിയിലും വീഴും കുഴിയിലും വീഴും. നീയൊക്കെ കുറെ വരെ കുഴി വീഴ്ത്തിട്ടുള്ളല്ലേ. എന്നെ അങ്ങനെ കുഴിയിൽ വീഴ്ത്താൻ നോക്കണ്ട. പെട്ടെന്ന് പണി തീർത്തിട്ട് നേരെ തറവാട്ടിലേക്ക് എല്ലാം തമ്പുരാട്ട് പറഞ്ഞു. പെട്ടെന്ന് പറഞ്ഞാട്ടെ. ആ ഞങ്ങളെ പറഞ്ഞു വിട്ടിട്ട് വേണമല്ലോ തമ്പ്രാനോട് ആളെണ്ണം കൂട്ടി പറഞ്ഞു പറ്റിക്കാൻ. ചെല്ലമ്മേ, തോന്നിവാസം പറയരുത്. ഗോവിന്ദൻ എന്നവരാരെയും പറ്റിച്ചിട്ടുമില്ല, ചതിച്ചിട്ടുമില്ല. അത് ഞങ്ങൾക്ക് അറിയാവേ. 5000 തേങ്ങ ഇട്ടേച്ച് 2000 തേങ്ങയുടെ കണക്ക് പറയുന്ന ആളല്ലേ ചെല്ലിയല്ല. അതേ വരുന്നേ. കുറച്ച് പെണ്ണുങ്ങൾ അതിർത്തി വിട്ട പാകിസ്ഥാൻ തോറ്റുപോകും. ഞങ്ങളും കൂടെ വരട്ടെ. വേലൂരോടാ കളി. ചൂടുള്ള ചാണകമാ മോന്തക്കിന്റെ മെഴികളെ അറിയോ? വേലസ്ഥാനത്തിന് ചിച്ചരാ. ഓടിക്കോടാ, വേലൂക്ക് ഇപ്പൊ ചാണകം വലിച്ചെറിയും. ഓരോ മാസം കഴിയുന്തോറും പറമ്പിൽ നിന്നുള്ള വരുമാനം കുറയാണല്ലോ. ചെലവിലാണെങ്കിലോ ഒരു കുറവുമില്ല. എങ്ങനെ ചെലവ് കൂടാതിരിക്കും? ദാ കണ്ടില്ലേ അനങ്ങി പണിയെടുക്കുന്നുണ്ടോന്ന്. കൂലി വാങ്ങാൻ വരുമ്പോ എല്ലാവർക്കും നല്ല മിടുക്ക. അല്ല ഗോവിന്ദ, ചാത്തനോട് ഇത്രടം വരെ വരണോന്ന് പറഞ്ഞിട്ട് നീ പറഞ്ഞില്ലേ? എന്നിട്ട് കണ്ടില്ലല്ലോ. ചാത്തനൊന്നും പഴയ ചാത്തനല്ല തമ്പുരാട്ടി.
വേലത്താനാന്നും പറഞ്ഞ് നാട്ടുകാരെ പറ്റിച്ച് ദൈവമാന്നും പറഞ്ഞ് കറങ്ങി നടക്കുക. നിന്റെ സർട്ടിഫിക്കറ്റ് വേണ്ട ചാത്തനെ ഈ നാട്ടുകാർക്ക് മനസ്സിലാക്കാൻ. താനൊന്ന് പറഞ്ഞാ മതി. പറയാവേ. ഇതാ അച്ഛ ചായ. എനിക്കല്ലപ്പോ അല്ലേ. സോമശേഖര, പാടത്ത് പണിക്കാരുണ്ട്, അവിടം വരെ ഒന്ന് പോയിക്കൂടെ? ശരി. എന്റെ കാലശേഷം ഇക്കണ്ട സ്വത്ത് മുഴുവൻ നോക്കി നടത്തേണ്ട ആളാ. വല്ല ഉത്തരവാദിത്വം ഉണ്ടോ നോക്കിക്കേ. എങ്ങനെ ഉണ്ടാവാനാ? ഭാര്യയുടെ ചൊൽപ്പടിക്ക് നിൽക്കല്ലേ. ആ കുറ്റവും കൂടെ എന്റെ തലയ്ക്ക് വെച്ചു. ഗോവിന്ദ, പാടത്ത് പണിക്കാരില്ലേ? ഇവിടെ വായി നോക്കി നിൽക്കാതെ അങ്ങോട്ട് പോയേ. ശരി. അത് പിന്നെ അടുക്കളയിലെ നാണിത്തള്ള മാത്രമേ ഉള്ളൂ. പാടത്ത് പണിയെടുക്കുന്നവരിൽ വൃത്തിയും മെനയുള്ള ഒരാളെ അടുക്കളയിലേക്ക് പറഞ്ഞു. ആ പിന്നെ പൊതിച്ച തേങ്ങ ഉണ്ടെങ്കിൽ ഒരു 10 എണ്ണം അടുക്കളയിലേക്ക് കൊടുത്തുവിട്. ഞാൻ തന്നെ പോവാം. 10 തേങ്ങയോ? അതെന്തിനാ? പണിക്കാർക്ക് പായസം വെക്കുന്നുണ്ടോ? ഉവ്വ്, പിന്നെ തേങ്ങാ പായസം അല്ല, പാൽപ്പായസമാ. ഇന്ന് സീതമോളുടെ പിറന്നാളല്ലേ. ഓ, ആണും പെണ്ണുമായിട്ട് ഈ തറവാട്ടിൽ അവളല്ലേ ഉള്ളൂ. അവളെന്തിയേ ആ കുറുമ്പി? അവൾ അമ്പലത്തിൽ പോയിരിക്കുക. അയ്യോ, ഇത് കാത്തോലമ്മയുടെ നീരാട്ടോ. അതെ സീന ചേച്ചി, വേണു വയസ്സായിരുന്നു. വേലത്താനെ, വേലത്താനെ, ഇവിടെ ആരും ഇല്ലേ? ചെല്ലമ്മയോ? ഓളം തൈ വഴിക്ക് മടത്തിലോട്ടി എല്ലാം തമ്പ്രാൻ പറഞ്ഞു. ആണോ? ഏനിപ്പോ വരാം. ചെല്ലമ്മ പോയിക്കോ. ആ, വേലത്താനോ? ഇരിക്കെ, ഭക്ഷണം എടുക്കാം. നാരായണിയേ, ചാത്തൻ വേലത്താൻ വന്നിട്ടുണ്ട്. വൃത്തിയിലും മെനയിലും ഒക്കെ ഇച്ചിരി ഭക്ഷണം എടുത്തുകൂടെ? മതി. ആഹാ, പുറംപണിക്കാർക്കൊക്കെ ഇപ്പൊ ഇഡ്ഡലി സാമ്പാറും ആയോ? പഴങ്കഞ്ഞി കുടിച്ച് ശീലിച്ച് ഇവരെയൊക്കെ വഷളാക്കുന്ന അമ്മയാ. എന്നിട്ടോ തലക്കേറിയെന്ന് നിരങ്ങല്ലേ ഇവറ്റകളൊക്കെ. സുഭദ്രേ, ഇവനെ ഞാൻ വെറും ഒരു പുറംപണിക്കാരനായിട്ടല്ല കാണുന്നത്. 3-ാം കണ്ണുകൊണ്ട് കാണാനും മുപ്പാറിന്റെ തത്വം ചൊല്ലി ആടാനും കഴിവുള്ള വേലത്താൻ. മനസ്സറിഞ്ഞൊന്ന് ശപിച്ച ഫലിക്കും, മറക്കണ്ട. ഓ, ശപിച്ച് വെണ്ണീറാക്കുന്ന ഒരു യോഗി. എനിക്കൊന്നും കേൾക്കണ്ട. ഓരോരുത്തർക്ക് ഓരോ ഇടം പറഞ്ഞിട്ടുണ്ട്, അവിടെ നിർത്തണം. അവളുടെ കലിതുള്ളിൽ നീ കാര്യാക്കണ്ട. ആവശ്യത്തിന് കഴിക്കേ. നീ വരുമ്പം അവളെ കൂടെ കൊണ്ടുവരണമെന്ന് പറഞ്ഞാൽ നീ കേക്കില്ല. എനിക്ക് അവളെ വലിയ ഇഷ്ടമാ. ഇനി വരുമ്പോ അവളെ കൂടെ കൊണ്ടുവരണം കേട്ടോ. കൊണ്ടുവരാം പിരാട്ടി. അപ്പ വെള്ളം. അപ്പന് തീരെ മേലാൻ തോന്നുന്നുണ്ടല്ലോ. വല്ല ദീനുണ്ടപ്പ? ഏനൊരു മേലായി ഇല്ല, അനക്ക് തോന്നുന്നതാ. ക്ലാവ് വല്ലതും കഴിച്ചായിരുന്നു? ഇല്ലപ്പാ. അപ്പ നല്ല കാന്താരിമുളക് ഒടിച്ചതും കപ്പ ഇരിപ്പുണ്ട്. അപ്പന് വിളമ്പട്ടെ? നേരാ. അപ്പൊ ക്ലാവ് കപ്പ വളർത്താനൊക്കെ പഠിച്ച? മാത്രല്ല, വെയിലൊക്കലും ഉണ്ടായിരുന്നു. അതങ്ങ് കൊടുത്തേക്ക് വേലു.
എന്റെ കിടാവന് കൊതിമുട്ടാൻ നിനക്ക് അറിയാലോ. എന്നെ പിടിച്ച് കമ്പേ കെട്ടി അവള് കറക്കും. അല്ലേ ഉള്ളേ? എന്താ വാ കത്തുപിള്ള അയലൊക്കെ പമ്പര താത്താ വാ വാ കറക്കം പോട്ടെപ്പ. അല്ലെങ്കിൽ വേണ്ടപ്പ, അപ്പന് കപ്പ വന്നിച്ചു പോവാ. ഞാൻ ഇപ്പൊ വരാൻ വേലൊക്ക. വാപ്പ. ഒന്ന് തന്നെ അടുത്ത ആള് വന്നു. ഫേസ്ബുക്ക് ഉണ്ടോ? ഇല്ല. അറ്റ്ലീസ്റ്റ് വാട്സപ്പ് എങ്കിലും അവിടെ കിട്ടും. ഇല്ലെങ്കിൽ ഞാൻ എന്റെ വാട്സപ്പ് നമ്പർ തരാം. ഒന്ന് പോടാപ്പാ. എന്താടാ നാളെ കെടുത്താടെ പോരെ. എടാ സൈന വരുന്നുണ്ടല്ലോ. അതി കയറി കൊത്തൊന്നും വേണ്ട, നീ ഒന്ന് പോടാ. എന്താണ് പറ്റൂ, പഞ്ചാരടിക്കാൻ പഠിക്കാണോ? പഞ്ചാര അടിക്കാ. വരുന്നവരെയും പോകുന്നവരെയൊക്കെ അത് പോട്ടെ, ഇന്ന് നമ്മുടെ അന്നമ്മയുടെ ബർത്ത്ഡേ അല്ലേ? ശരിയാണല്ലോ, ഇന്ന് അവളെ മുടിപ്പിക്കണ്ട. നമുക്ക് വൈകിട്ടാക്കിയല്ലോ പരിപാടി. വൈകിട്ടാക്കുന്ന എന്തിനാ, നമുക്ക് ഇപ്പൊ തന്നെ പോകാം. ഇന്ന് അവിടെ കാര്യം തീരുമാനം. ജിങ്കടി ജിങ്കാ ജിങ്കടി ജിങ്കാ ജിങ്കടി ജിങ്കാരേ ജിങ്കടി ജിങ്കാ ജിങ്കടി ജിങ്കാ ജിങ്കടി ജിങ്കാരേ അസലേ കൊസലേ സുഖമാണോ വിസിലടി കേൾക്കാൻ രസമാണോ അസലേ കൊസലേ സുഖമാണോ വിസിലടി കേൾക്കാൻ രസമാണോ ഉസിക്കൊരു വിസ തരുമോ ദോശ തിന്നാൽ ആശ തീരുമോ ഉസിക്കൊരു വിസ തരുമോ ദോശ തിന്നാൽ ആശ തീരുമോ എനിക്കുണ്ട് അസലേ എനിക്കുണ്ട് അസലേ ഞാൻ ആശ വെച്ച മലരെ ഞാൻ ആശ വെച്ച മലരെ എനിക്കുണ്ട് അസലേ കിസ്സ പറഞ്ഞിരിക്കാൻ ഫിഗറൊന്നു വേറെയും എനിക്കുണ്ട് അസലേ കിസ്സ പറഞ്ഞിരിക്കാൻ ഫിഗറൊന്നു വേറെയും അസലേ കസലേ സുഖമാണോ വിസിലടി കേൾക്കാൻ രസമാണോ ഓർമ്മ വെച്ച നാളു നിന്നിൽ ആശ വെച്ചു ഞാൻ ആശ പേറി വർഷമേറെ കാത്തിരുന്നു ഞാൻ ഓർമ്മ വെച്ച നാളു നിന്നിൽ ആശ വെച്ചു ഞാൻ ആശ പേറി വർഷമേറെ കാത്തിരുന്നു ഞാൻ കാശിത്തുമ്പപ്പൂവേ നീയൻ ആശയാകുമോ ശേഷിപ്പൊരൻ ജീവിത സഖിയാകുമോ ദോശ തിന്നാൽ ആശ തീരുമോ പേമാരി പെയ്ത ദാഹം തീരുമോ ദോശ തിന്നാൽ ആശ തീരുമോ പേമാരി പെയ്ത ദാഹം തീരുമോ അതുകൊണ്ട് പറയാം അതുകൊണ്ട് പറയാം അതുകൊണ്ട് പറയാം അതുകൊണ്ട് പറയാം അതുകൊണ്ട് പറയാം ഓ മൈ ഡാർലിംഗ് ടെൽ മീ ഐ ലവ് യു അതുകൊണ്ട് പറയാം ഓ മൈ ഡാർലിംഗ് ടെൽ മീ ഐ ലവ് യു അസലേ കൊസലേ സുഖമാണോ വിസിലടി കേൾക്കാൻ രസമാണോ ഈ വീക്കെൻഡിൽ നിനക്ക് വീട്ടിൽ പോവാതെ എന്റെ കൂടെ വന്നൂടെ? എവിടേക്ക്? എന്റെ വീട്ടിലേക്ക്. പിന്നെ ഞാൻ നിന്റെ ബോയ് ഫ്രണ്ട് അല്ലേ, പേരൻസിനെ കാണിക്കാൻ. ഓ, ബോയ് ഫ്രണ്ട് ആയാലേ പറ്റൂ. എനിക്ക് വീട്ടിൽ പോകണം. സത്യം പറഞ്ഞാൽ ആഴ്ചയിലൊരിക്കലെങ്കിലും വീട്ടിൽ ചെന്നില്ലെങ്കിൽ എനിക്ക് പറ്റില്ല. അപ്പനോട് മുട്ടം വഴക്ക. പക്ഷെ 2 ദിവസം പോകാതിരുന്ന എനിക്ക് സങ്കടം. എന്നാ പിന്നെ ഞാൻ നിന്റെ കൂടെ വന്നാലോ? ഒരിക്കും. എന്റെ നാടേ ഒരു വില്ലേജാ. ഒരു പെണ്ണുമായിട്ട് ഞാൻ അവിടെ ചെന്നാലേ അത് ഒരു മുസ്ലിം കുട്ടി.
എന്ന് വെച്ചാ മുസ്ലിം കുട്ടിയല്ലെങ്കിൽ കൊണ്ടുപോയനല്ലേ? എന്നാ പിന്നെ ഞാൻ മതം മാറാടാ. പ്ലീസ് ഞാനും വരട്ടെ കണ്ണാ. അത് വേണോ? ഞങ്ങള് പാവപ്പെട്ടവരാ. ഓ ആണോ? നിനക്ക് ഒത്തിരി കോംപ്ലക്സ് ഉണ്ട് കേട്ടോ. എന്തായാലും ഞാൻ ഉറപ്പിച്ചു, ഈ വീക്കെൻഡിൽ നിന്റെ വീട്ടിൽ എന്ന് വെച്ചാ കുട്ടനാട്ട്. അപ്പൊ എന്റെ ഉമ്മാനെ ഞാൻ വിളിച്ച് പറഞ്ഞോട്ടെ? ഏയ്, ഉമ്മ എന്റെ ബെസ്റ്റ് ഫ്രണ്ടാ. എന്തു പറയാ എന്റെ ഉമ്മയോട്. അപ്പൊ ഓക്കെ. കൊള്ളാലോ. എല്ലാരും കളിക്കുവാണോ? എന്നെയും കൂടെ കൂട്ടാവോ? ഗുഡ് മോർണിംഗ്. രാവിലെ എഴുന്നേറ്റോ? കുറച്ചുകൂടി കിടക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഈ വില്ലേജ് വന്നിട്ട് ഉള്ളിലൊരു മോഹം ബാക്കിയുണ്ട്. ഈ കായലിലൊന്ന് കുളിക്കണം, പിന്നെ ക്ഷേത്രത്തിലൊന്ന് തൊഴണം. ഒരു മുസ്ലിമായ നീ ക്ഷേത്രത്തിൽ പോകാനോ? മുസ്ലിം അംഗങ്ങ എന്റെ നാട്ടിൽ. ഇവിടെ ഞാൻ 1ാം ക്ലാസ് ഹിന്ദുവാ. കഴിഞ്ഞ വെക്കേഷൻ സോഫിയുടെ നാട്ടിലായിരുന്നു. അവള് നല്ല 1ാം തരം കോട്ടയം ക്രിസ്ത്യാനിയാ. ആ പള്ളി കയറി ആ കണ്ണനൊക്കെ എന്റെ കൂട്ടാടിയെ കാണാൻ എന്ത് രസാപ്പാ. എന്നാ കാത്തൂന്റെ കണ്ണേടനോട് എന്നെ കെട്ടാൻ പറ. കേട്ടോപ്പാ, ഇവക്കൊരു അതിമോഹം ക്ഷേത്രത്തിൽ പോണമെന്ന്. എന്റെ ദൈവങ്ങളെ, നേരാ എന്നാ കൊണ്ടുപോയി കാട്ടടാ. അത് ദേവർക്കും മതവും ജാതിയൊന്നുമില്ല. അതൊക്കെ ഉള്ളത് ഇവിടുത്തെ മനുഷ്യന്മാർക്കാ. അത് കളിക്ക്. എന്നാ പോവാം. നിനക്കിതെന്ത് പറ്റി? ഒരുമാതിരി അലാറം നിലച്ച ക്ലോക്ക് പോലെ. ഷൈനി എന്റെ അനിയത്തെ കണ്ടില്ലേ? 18 വയസ്സ് കഴിഞ്ഞു. അമ്മയുടെ മരണവും മറ്റൊരു നാട്ടിലേക്കുള്ള പറിച്ചുനടലും അവളുടെ ജീവിതത്തെ വല്ലാതെ ബാധിച്ചു. ചെറുപ്പം മുതലേ അടിക്കടി ഉണ്ടാകുന്ന രോഗം മൂലം അപ്പൻ അവളെ സ്കൂളിൽ വിടാതായി. എങ്കിലും അവളെ സ്കൂളിൽ വിടേണ്ടതായിരുന്നു. ശരിയാ, ഞാനും അപ്പനോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അപ്പോഴൊക്കെ അപ്പൻ എന്തെങ്കിലും ന്യായങ്ങൾ പറഞ്ഞൊഴിഞ്ഞു മാറും. അവളുടെ കാര്യത്തിൽ എന്തൊക്കെയോ ദുരൂഹതകളും ഭയപ്പാടുകളും അപ്പൻ മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട്. പക്ഷേ അപ്പൻ അതൊന്നും വിട്ടു പറയുന്നുമില്ല. ഏതായാലും നിന്റെ പെങ്ങളെ എനിക്കൊത്തിരി ഇഷ്ടായി. നിങ്ങൾ അല്പം കൊഞ്ചിക്കലൊക്കെ ഒന്ന് കുറച്ചാ മതി. അവൾ മിടുക്കിയായിക്കൊള്ളൂ. പിന്നെ വൈകാതെ എന്റെ കയ്യിലേക്ക് കിട്ടാൻ പോവല്ലേ, ഞാൻ മിടുക്കിയാക്കിക്കൊള്ളാം അവളെ. പിന്നെ പ്രശ്നങ്ങളും ദുഃഖവും അതില്ലാത്ത ആരാ ഈ ലോകത്തുള്ളേ? കണ്ണൻ അറിയോ, നിനക്ക് അമ്മയില്ലെങ്കിൽ എനിക്ക് ഉപ്പയില്ല. ഉപ്പ അൾഷിമേഴ്സ് രോഗം പിടിപെട്ട് 5 വർഷത്തോളം കട്ടിലിൽ ഉടുതുണിയില്ലാതെ ഒരു കൊച്ചു കുട്ടിയെപ്പോലെ കിടന്ന കിടപ്പിൽ തന്നെ എല്ലാം ചെയ്തിരുന്ന ഉപ്പായെ എന്റെ ഉമ്മ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നത് കണ്ട ഞാൻ വളർന്നേ. ഇതിപ്പോ എന്റെ വിഷമം ഷെയർ ചെയ്യാൻ വന്നിട്ട് അതിലേറെയാണല്ലോ നിന്റേത്. അത് ഈ ദുനിയാവിന്റെ ഒരു സത്യ. മേളം കേൾക്കുന്നുണ്ടല്ലോ. വെളിച്ചപ്പാട് ഇറങ്ങിയിട്ടുണ്ട്. വെളിച്ചപ്പാടോ? ഞങ്ങളുടെ നാട്ടില് കൊയ്ത്ത് കഴിഞ്ഞ ശക്തീശ്വരി ദേവി ക്ഷേത്രത്തിൽ നിന്നും വെളിച്ചപ്പാട് ഉറഞ്ഞുതുള്ളി ഊരിലെത്തുന്നത് പതിവാ. അങ്ങനെ ഒരു ആചാരം നിനക്ക് കാണണോ? പിന്നെ എന്താ അതാ വെളിച്ചപ്പാട് കണ്ടല്ലോ. ഇതെന്താ സംഭവം? ഇതൊരാചാരത്തിന്റെ ഭാഗമാണ്. കുട്ടനാടൻ പുഞ്ചയിൽ കൊയ്ത്തു കഴിഞ്ഞാൽ കരയിലെ ക്ഷേത്രത്തിൽ നിന്നും വെളിച്ചപ്പാട് ഗ്രാമം സന്ദർശിക്കാനെത്തും.
ഇതിന് ദേവി നേരിട്ട് എഴുന്നള്ളത്ത് നടത്തുന്നുവെന്നാ വെപ്പ്. ഓ, എഴുന്നള്ളുന്ന ദേവിക്ക് തൃപ്തികരായി കൊടുത്തില്ലെങ്കിൽ ദേവി കോപിക്കും. കോപിച്ച കരമുടിയുമെന്നുള്ളൊരു കണക്കൂട്ടിലൂടെ ഉണ്ട്. ഇത് വളരെ രസകരമായ ഒരു ആചാരമാണല്ലോ. സൈനിക്കറിയോ, ചില വൃത്തികെട്ട ആചാരങ്ങൾ മുറുകെ പിടിക്കുന്നവരാണ് ഇവിടുത്തെ ഭൂരിഭാഗം ജനങ്ങളും. ഇതിനെതിരെ പ്രതികരിച്ചാൽ അവൻ വട്ടനോ പൊട്ടനോ നാട്ടിൽ കൊള്ളരുതാത്തവനോ ഒക്കെ ആയി തീരും. ഓ, റിബൽ റിബൽ. വേണ്ട, എനിക്കൊന്നും വേണ്ട. ഇനി കാത്തു മിണ്ടൂല. ഓള് സങ്കടപ്പെട്ട വേലൊക്കെ കരച്ചില് വരും. നല്ല വെയിലൊക്കെ, വെയിലൊക്കെ. മണിക്കുട്ടി ഹായ് കണ്ണേട്ടൻ. പേടിച്ചു പോയല്ലോ പെണ്ണെ. എങ്ങത്താ ഏൻ പിടിക്കാം. അതും കൊണ്ടോ? അത് തറയിൽ ഇങ്ങോട്ട് എന്റെ കൈക്ക് ഇതൊക്കെ പിടിക്കാനുള്ള ബലം ഉണ്ട് കണ്ണേട്ടാ. കാത്തുക്കുട്ടിയുടെ പടം ഇതിനകത്ത് ഉണ്ടല്ലോ. ഉണ്ടല്ലോ, ഞാൻ എന്നെ ഒന്ന് കാട്ടിത്തരോ? ഹായ് കാത്തുക്കുട്ടി. അപ്പൻ്റെ ഒരു കുലവും പാരമ്പര്യവും ഒക്കെ ഒരുതരം ഭ്രാന്ത്, അന്ധവിശ്വാസം, ഓൾഡ് ജനറേഷൻ കാട്ടിക്കൂട്ടുന്ന ഒരുതരം കോപ്രായങ്ങൾ. സത്യം പറഞ്ഞപ്പ ഇത് ഭയങ്കര ബോറാ. ആരും താങ്ങാനും തടയാനും ഇല്ലാതിരുന്ന കാലത്ത് എൻ്റെ അപ്പനപ്പൂവന്മാരെയും അമ്മമാരെയും തുണച്ചവരായി എൻ്റെ ദൈവങ്ങള്. നെഞ്ചുനേറിയും നെഞ്ചത്തടിച്ചും വിളിച്ചൊല്ലിയാൽ വിളിപ്പുറത്തു വരും. ആ ദൈവങ്ങളെ വേണ്ടാന്ന് വെച്ചിട്ട് ഈ ചാത്തൻ ബലത്താൻ ഒരു ജീവിതം വേണ്ട. തോന്നിയതൊക്കെ വിളിച്ചു കൂടിയിട്ട് വെറുതെ ദൈവവും വിളിച്ചു വരുത്തണ്ട. ചോദിക്കണതൊക്കെ തരും, പക്ഷേ കൊലി കേറിയോ. മോളെ, പുള്ളക്ക് കഴിക്കാനെ കൊണ്ടത്തിലും കൂടെ. ഹായ് ശങ്കരണ്ണൻ. കണ്ണനുണ്ടോ? കണ്ടിട്ടും കാലത്തെ പോയല്ലോ. എന്നിട്ട് ഞാൻ വഴിക്ക് വെച്ചൊന്നും കണ്ടില്ലല്ലോ. അപ്പൊ ഇവിടെ കാത്തൂട്ടി മാത്രമേ ഉള്ളൂ? വെയിലൊക്കെ ഉണ്ട്. രണ്ടുപേരും കൂടി അകത്ത് എന്ത് കളിക്കായിരുന്നു? അപ്പനും അമ്മയും കളിക്കുകയായിരുന്നു. ആ കൊള്ളാം, ബെസ്റ്റ് കളി. ഇനി വണ്ടിയിലൊന്ന് കേട്ടാമോ ശങ്കരണ്ണ? നല്ല ശേലായി. അതൊന്നും നടക്കില്ല. എന്താ ശങ്കരണ്ണ ഒന്ന് കേട്ടു? നല്ല ശങ്കരനല്ലേ. ചേടാ, ഇതുവല്ല പുലുവാലായല്ല. ശരി, ഒറ്റ പ്രാവശ്യം ഞാൻ കേട്ടു. ഇനി പോകുമ്പോ വെയിലൊക്കെ കൂട്ടാട്ടോ. പോ ശങ്കരണ്ണ. കാത്തുപിള്ള ബിന്ദുല്ല വേലുവക്കൽ കൂത്താതെ പോയില്ലേ. പോകുമ്പോഴേ വെയിലൊക്കെ കൂട്ടാട്ടോ. നല്ല രസമുണ്ട് ശങ്കരനോട് കളിക്കാൻ. എന്നാ വാ നമുക്ക് കളിക്കാം. നീ എവിടെ ആയിരുന്നു? ഞാൻ നിന്റെ വീട്ടിലേക്ക് അന്വേഷിച്ചല്ലോ. ഓ, കാലത്തൊരാളെ കാണാനുണ്ടായിരുന്നു. നീ കളിക്കാൻ വരുന്നില്ലേ? ഉണ്ട്. എന്നാ സൈക്കിൾ സൈഡിലോട്ട് വെച്ചോട്ട് ഇങ്ങോട്ട് കയറ്. ഇവനെ ഉപേക്ഷിച്ചിട്ട് എനിക്കൊരു കളിയില്ല. നീ വിട്ടോ, ഞാൻ വന്നേ. ഓക്കെ, ഞാൻ പോണു. ആയ് ശങ്കരണ്ണൻ, കാത്തു പേടിച്ചു പോയിട്ടോ.
കണ്ണേട്ടനെ ഇവിടെ ഇല്ലല്ലോ. ഇല്ലെങ്കിൽ എന്താ, എനിക്കൊന്നുമില്ല. ഞാൻ കാത്തുനെ കാണാൻ വന്നു. ഏനെ കാണാനോ? അതെ, കാത്തുനെ കാണാൻ തന്നെ. ഏനെ എന്തിനാ കാണുന്നേ? കാത്തുന് എന്നെ ഇഷ്ടല്ലേ? ഏനെ എല്ലാരും ഇഷ്ടാ. കാത്തുന് തരാൻ വേണ്ടി ഞാനൊരു ചോക്ലേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണെന്ന് ഏനൊന്നും മനസ്സിലാവുന്നില്ല. ചോക്ലേറ്റോ? പെണ്ണെ, മിഠായി. ആ മിഠായി. വെയിലൊക്കെ കാണണ്ട, കണ്ട മുഴുവൻ തന്നോളെ. അല്ല, നീ ഇവിടെ ഉണ്ടായിരുന്നോ? സമയം പോയി. നിന്റെ വണ്ടി എവിടെ? ഞാൻ കാത്തിനെ പറ്റിക്കാൻ വേണ്ടി താഴെ വെച്ചത്. ഇവിടെ എങ്ങനെ കൊണ്ട് വെച്ച കാത്തും വേലും കൂടി എന്റെ പണി തീർന്നു. ശങ്കരൻ എനിക്ക് വാങ്ങി തന്നതാ, ഞാൻ താരൂല. അപ്പാ കാപ്പി. അപ്പം കുടിച്ചായിരുന്നല്ലോ കടാവേ. ഒന്നൂടെ കഴിച്ചോപ്പാ, കാത്തോട്ടല്ലേ. അതാ അപ്പനെ കുടിക്കാനെ കൊണ്ടൊരു പേടി. പോപ്പാ. എന്റെ പിള്ള കാപ്പിയിട്ട് കളിക്കാതെ ഇവിടെ അങ്ങനെ അടങ്ങി ഒതുങ്ങിയിരുന്ന് കളിച്ചോണം. പുത്തൻ ചേലേക്ക് കൊടുത്ത് അപ്പൻ എങ്ങോട്ടാ? ആ പിന്നെ മടത്ത് വരെ ഒന്ന് പോണം. വല്യമ്പലനോട് വേണ്ടി പൈസ ചോദിച്ചിരുന്നു കണ്ണനായിട്ടേ. അത് കിട്ടിയ അങ്ങാടി ചെന്നിട്ട് അവന്റെ കുന്ത്രാണ്ടത്തിലോട്ട് ഇട്ട് കൊടുക്കണം. ഏനും വരണപ്പാ തമ്പ്രാൻ വീട്ടിലേക്ക്. വേണ്ട, നല്ല ചേലായി. ഏന അതുവഴി അങ്ങ് പോവും. ഉള്ളതന്നെ ചിത്രടം വരെ എത്തണ്ടേ. ഏനവിടെ നിക്കപ്പാ, കാത്തൂന് ഇഷ്ടാ. കളിക്കാൻ സീതക്കുട്ടി തമ്പ്രാട്ടി കൂടെ ഉണ്ടാവല്ലോ. അത് വേണ്ട, അവിടൊക്കെ ചെന്ന് കളിക്കാനെ കൊണ്ട് ഏന എന്താ പറയുക. പുള്ളി അവിടെ ചെന്ന് തൊടുന്നതും പിടിക്കുന്നതും ഒക്കെ ആ കൊച്ചോമ്പരാട്ടിക്ക് അങ്ങോട്ട് ഒട്ടും പിടിക്കൂല. കുഞ്ഞമ്പ്രാട്ടിക്ക് എന്നെ ഒത്തിരി ഇഷ്ടമാപ്പാ. ഏനും വരും. ഒറ്റയ്ക്ക് ഇരിക്കാൻ കാത്തൂന് പേടിയാ. ഒരാവശ്യത്തിന് നോക്കി ആ മണ്ടമേലുനെ കാണില്ല. ഏം വരും അപ്പ, എന്താ വെച്ചാലും വരും. ഇത് മെനയായില്ല. എന്ത് രസാന്നറിയോ കാത്തൂന് സീത തമ്പ്രാട്ടിയായിട്ട് കളിക്കാൻ. കാത്തുമോൾ എങ്ങോട്ടാ? ആ, ഞാൻ മടത്തിലോട്ടാ ചേച്ചിമ്മേ. ചേട്ടൻ കോളേജിൽ പോയോ? ആ, പോയി. ഇന്ന് പാടത്ത് വേലക്ക് ഇറങ്ങിയില്ലേ തങ്കമ്മേ? ആ, ഞങ്ങളങ്ങോട്ട് പോവാ. പാവം വേലത്താൻ തള്ളയില്ലേലും മോളെ പൊന്നുപോലെയാ നോക്കുന്നേ. അല്ലേ അല്ലമ്മേ, ഈ കുട്ടിയുടെ തള്ള നീലി തന്നെയാണ്. എല്ലാരും ആ വേലത്താൻ കുട്ടിയെ പൊന്നുപോലെ നോക്കുന്നത്. നീ വാ. പീതാംബരോ, പറിക്കുന്ന വാങ്ങയ്ക്ക് എണ്ണം വേണം, എഴുതുന്ന കണക്കിനും. ഓ ശരി. ഡാടാ, അത് കണ്ണിമാങ്ങിയാടാ. കണ്ണി പറിച്ച് നശിപ്പിക്കലാണല്ലോ നിന്റെ ജോലി. പിള്ളേച്ചോ, പിള്ളേച്ച, ഇന്ന് ദൈവത്തെ മകളുമായിട്ടാണല്ലോ പിരിവിനിറങ്ങിയിരിക്കുന്നത്. സംഭവം ബുദ്ധി ഇച്ചിരി കുറവാണെങ്കിലും കൊച്ചിനെ കണ്ട എന്തെങ്കിലുമൊക്കെ തോന്നുന്നു കേട്ടോ. തൊട്ടാ പൊട്ടുന്ന പ്രായമുള്ള കൊച്ചിന് ഇതുപോലൊരു പൊട്ടൻ ശിഷ്യനുണ്ടല്ലോ. അതെ, രണ്ടും കൂടി ചോറും കൂട്ടാനും വെച്ച് കളിച്ച് എന്ത് പുകിലാണോ ഉണ്ടാക്കുന്നത്. എത്ര നാളായിട്ട് സഹിക്കുക. മിക്കവാറും ഞാൻ എന്തെങ്കിലും പുകിലുണ്ടാക്കി എന്റെ ഫോട്ടോ പത്രത്തിൽ വരുത്തും. ആ വരിക. ക്ലാവിനോട് കൂടെ വരണ്ടെന്ന് ഞാൻ പറഞ്ഞതമ്പ്ര, കേക്കണില്ല. പിന്നെ തനിച്ച് ആ കുടിയിലാക്കിയിട്ട് പോരാനും മേല. ഇവിടെ ആവുമ്പം വെളിയിലും അകത്തുവാട്ടൊക്കെ ഞാൻ കഴിഞ്ഞോളുമല്ലോ. ആ വാ. ഓമ്ര പിള്ളേച്ചോ, പിള്ളേച്ചോ, വെറുതെ അല്ല മാടൻ ആ കൊച്ചിനെയും കൂട്ടി ഇവിടെ കറങ്ങി നടക്കുന്നത്. ഒട്ടി നിന്ന് കഴുത്തിലേക്കും കാതിലേക്കും ഉള്ളതൊക്കെ ഇവിടുന്ന് ഒപ്പിച്ചെടുക്കും. വരട്ടെ, ഒത്ത ഞാൻ അതിനെ ഒപ്പിച്ചെടുക്കും. വേല അറിയുന്നവനാണ് ഈ വേലത്താൻ. അതെ അതെ, നമ്മളൊക്കെ വെറും പാവത്തെ. കേറി വരിക. പരിഷ്കാരം കേറി എന്തു തോന്നിയാസാവാന്നായിരിക്കും. ആഹാ, ആരാ ഇത്? കാത്തുമോളോ? വാ വാ. ആരിത്? കാത്തുവോ? ഹായ് കൊച്ചമ്പ്രാട്ടി. എന്നെ കൊച്ചമ്പ്രാട്ടി എന്നൊന്നും വിളിക്കണ്ട, സീതുക്കുട്ടീന്ന് വിളിച്ചാ മതി. ഇനി ഏനെങ്ങനെ വിളിക്കാവേ? നമുക്ക് പോയി കളിക്കാം.
മോളെന്തേലും തെറ്റ് ചെയ്താ പൊറുക്കണേ അമ്പ്ര. കാത്തൂനിപ്പം 10-18 വയസ്സായില്ലേ? ഓ അമ്പ്രാട്ടി, ഈ മീനത്തിലെ 19 തികയാണ്. പക്ഷെ ഓക്ക് ഇപ്പോഴും കുട്ടിയാന്ന വിചാരം. ഈ പ്രായത്തിലെ പെൺകുട്ടികൾക്ക് തള്ളയുടെ തണലല്ലേ വേണ്ടത്. എന്താ ചെയ്യുക, യോഗ ഇല്ലാണ്ടായിപ്പോയി. എന്താ ചാത്ത ഇത്? എന്താ ഈ പറയണേ? അവിടുത്തെ കറിയില്ലേ ഏനൊരാന്തരമുള്ളത്. അങ്ങ് പട്ടണത്തിൽ പഠിക്കുക. ഫീസ് അടയ്ക്കാനെ കൊണ്ട് ഇമ്മണി പൈസ വേണമായിരുന്നു. ഏനൊരാൾ പണിപ്പെട്ടിട്ട് എന്തു മെച്ചം വയ്ക്കാനാ? പിള്ളയാർ മഠത്തിലെ സമ്പാദ്യം എന്ന് പറയുന്നത് ഈ മണ്ണി പൊന്നു വിളയിക്കുന്നത് നിങ്ങൾ കൂടി അവകാശപ്പെട്ടതാ. എത്രയാന്ന് വെച്ചാ ചോദിച്ചോളൂ. ഓൻ അവിടെ പൊറുക്കുന്നതിനെ എന്താ പറയാ അമ്പ്ര, ഹോസ്റ്റലാ. അതിന്റെ വാടകയുണ്ടേ. പിന്നെ പിള്ളേരല്ലേ അമ്പ്ര, ഒരു കുപ്പായം ഉള്ളത് മറിച്ചും തിരിച്ചു വിടാൻ പറ്റുമോ? ഓൻ പറയുന്നത് ഒരു 10,000 രൂപ വേണമെന്നാ. അതിനെന്താ, നിന്റെ മോൻ പഠിച്ച് വലിയ ആളാവട്ടെ. പിള്ളേ. ഓ എന്നെ വിളിച്ചോ? വിളിച്ചിട്ടല്ലേ നീ ഓടി വന്നത്? എന്താണാവോ? അതെ, നിന്റെ കയ്യില് ആ കിഴക്കേ പറമ്പിലെ തേങ്ങാ വിറ്റ പൈസ ഇരിപ്പില്ലേ, അതിൽ നിന്ന് 10,000 രൂപ ചാത്തിന് കൊടുക്ക്. അതിന് പാടത്തും പറമ്പിലും കുറച്ച് പണിക്കാരുണ്ടായിരുന്നു. അവർക്ക് പണിക്കാരി ഓർത്ത് കണക്കപ്പിള്ള വിഷമിക്കേണ്ട കാര്യമില്ല. പറഞ്ഞത് കേട്ടാ മതി. എന്താ പറഞ്ഞത് കേട്ടില്ലേ? ഉവേ. പോയി കാശടക്കി. അവൾ ഇവിടെ ഉണ്ടാവും. ചാത്തൻ പോയിട്ട് വരൂ. വരട്ടെ അമ്പുരാട്ടി. ഡാ ആ ചെല്ല്. ഉവേ. വൃത്തിയോട് പറയാതോ. വൃത്തിയോടല്ലോ, അവന്റെ വരയൊന്ന് നോക്കണം. ഏത് വര? ഭാഗ്യവര, ഭാഗ്യവര. ആ അത് ശരി. അല്ല, ഇതാരൊക്കെയാണ്? ഇന്ന് വിരുന്നുകാരുണ്ടല്ലോ സീതക്കുട്ടിയെ. ഇത് വിരുന്നുകാരിയല്ല നാരായണിയമ്മ, എന്റെ കൂട്ടുകാരിയാ. ഓ, അത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. പിന്നെ നാരായണിയമ്മ, കാത്തൂന് വയറ് നിറച്ച് എന്തെങ്കിലും ഒന്ന് കൊടുത്തേ. അതിനെന്താ, ഇപ്പൊ കൊടുക്കാലോ. അതവിടെ വെക്ക്. കഴിക്ക. ആ മോള് കഴിക്കുകയാണോ? മോൾ എന്നെ വല്യമ്പരാട്ടിന്നൊന്നും വിളിക്കണ്ട കേട്ടോ, അതെനിക്ക് ഇഷ്ടമല്ല. മോൾ എന്നെ വല്യമ്മച്ചീന്ന് വിളിച്ചാ മതി, അതാ എനിക്കിഷ്ടം. കഴിച്ചോ മോള്, കഴിച്ചോ. മുടിയെല്ലാം ഉണങ്ങിക്കിടക്കുന്നല്ലോ മോളെ. മോളിന്ന് കുളിച്ചില്ലേ? തേക്കാനും കഴുകാനും വയ്യാഞ്ഞിട്ടായിരിക്കും വല്യമ്പ്രാട്ടി. ഈ പ്രായത്തിൽ അമ്മ ചെയ്തു കൊടുക്കേണ്ടതല്ലേ, പാവം. ഓഹോ, ഇതുവരെ ഇതിനൊക്കെ അടുക്കള തന്നാലായിരുന്നല്ലോ ആഹാരം. ഇപ്പൊ ഇവിടെയായോ? എടി സീതേ, കേറി പോടി അകത്ത്. ഈ കുട്ടി ഇവിടെ ഇരുന്ന് കഴിച്ചു എന്ന് വെച്ച് ആകാശം ഒടിഞ്ഞു വീഴൊന്നും ഇല്ലല്ലോ. അമ്മയ്ക്ക് എന്താ ഇവളോട് ഇത്ര പ്രിയം? എഴുന്നേക്കടി, എഴുന്നേക്ക. ഈ കുട്ടിയെ വേദനിപ്പിച്ച ദൈവം പോലും നിന്നോട് പൊറുക്കൂല. കണ്ട കീഴ്ജാതിക്കാര് തറവാട്ടി കയറി നിരങ്ങുന്ന എനിക്ക് ഇഷ്ടമല്ല. എടി, നിന്റെ വർഗത്തിന് പറഞ്ഞിരിക്കുന്നത് പുറത്താ, അവിടെ ഇരുന്നാ മതി. എടി, ജാതി പറഞ്ഞ് നമ്മുടെ അപ്പൂപ്പന്മാർ ഈ പാവങ്ങളെ ഉഴുതുമറിച്ച് നേട്ടങ്ങൾ കൊയ്ത കാലം പോയി. അന്നത് അഭിമാനമായിരുന്നെങ്കിൽ ഇന്നത് അപമാനമാ. ഓ, നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട. ഈ എരണംകെട്ട വർഗങ്ങളെ ഇവിടെ കയറി നിരങ്ങുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഈ എണ്ണം ഒരു അധ്വാനിച്ചതിന്റെ ഫലവാ പിള്ളയാർ മഠത്തിൽ ഈ കണ്ട സ്വത്തുക്കൾ മുഴുവൻ. സോമശേഖര, നീ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതൊന്നും അവളുടെ തലയിലോട്ട് കേറുകയില്ല. അതങ്ങനെ ഒരു ജന്മവാ. അമ്മേ, കാലം മാറിയതൊന്നും ഇവൾ അറിയുന്നില്ല.
ഇന്ന് ജാതി മതവും പറഞ്ഞു നടന്നാലേ അഴി എണ്ണേണ്ടി വരും. മോളിരുന്ന് കഴിക്കേ. കഴിച്ചോ, മോള് കഴിച്ചോ. എന്റെ കൂടി പോ, കാത്തൊന്ന് കിടക്കണം. വേലത്താനച്ചാ കാത്തച്ചേച്ചി ബോധം കെട്ട് വീണു. രാവിലെ കഴിച്ച ചീനിയെ കണ്ട് പിടിക്കാണ്ടിരുന്നായിരിക്കും. എന്റെ ധർമ്മദൈവങ്ങളെ, എന്റെ കിടാവിന് എന്ത് പറ്റിയതാ? വേലു, പാടത്തും പറമ്പിലൊക്കെ ചുറ്റിക്കളിച്ച് എന്റെ കിടാവിന്റെ ദീനം വരുത്തി വെച്ചാ. വേലൊക്കെ വഴക്ക് പറയണ്ടപ്പ, ഒരു ദീനുമില്ല. ടാങ്കിലെല്ലാം ഒന്ന് പോയിക്കേ, എന്റെ കുട്ടി ഇത്തിരി കാറ്റ് കൊള്ളട്ടെ. എന്റെ കിടാവിനെ അപ്പനത്തിൽ ചൂട് കാപ്പിട്ട് തരാം. എന്താ പുള്ള ഇങ്ങനെ ചൂളി പിടിച്ചിരിക്കുന്നേ? ഇന്ന് വേലുവക്കന്റെ കൂടെ കളിക്കാനൊന്നും പോയില്ലേ? കളിക്കാനെ കൊണ്ട് ഏനു മേലപ്പ. വയറ്റിലൊരു വല്ലായിക. മീൻകറി കാണുമ്പോ ഏന് ഓക്കാനും വരണപ്പ. ഏനു വല്ല ദീനു ആണപ്പ. എന്നാ പറ്റിയുള്ള എനക്ക് ഒരു തലകർക്കോ ചരത്തിലും. എന്റെ ദൈവങ്ങളെ, എന്നാ ദീനമാണോ? ഇതിങ്ങനെ വെച്ചോണ്ടിരുന്ന പറ്റത്തില്ല കിടാവേ. നീ തുണി മാറ്, നമുക്ക് ഡാക്ടറെ കാണാൻ പോവാം. വേണ്ടപ്പ, ഏനൊന്ന് കിടന്നാ മതി. മാറും മാറും. നീ പറയണ കേട്ടോണ്ട് കിടന്നാലേ ഏൻ ഉറക്കം വരില്ല. നീ പോയി ഒരുങ്ങിക്കൊള്ളും പിള്ളേ. എന്റെ ദൈവങ്ങളെ, എട്ടും പൊട്ടും തിരിയാത്ത കിടാവിന്റെ പുലമ്പരി കേട്ടില്ലേ? നാടിനും നാട്ടാർക്കും വേണ്ടി പരതാളം കുട്ടി കള്ളു വെച്ച് പറഞ്ഞ് നടന്ന എന്റെ കിടാവിന് ഒരു കുഴപ്പവും വരാതെ നോക്കിക്കൊണ്ടേ. അപ്പാ, ഇതാരുടെ മരുന്ന്? അത് കാത്തപ്പെണ്ണിനൊരു വയറുവേദന. അത് ഡാക്ടറെ കണ്ടപ്പം തന്നുവിട്ടതാ. ഇത് വയറുവേദനയുടെ മരുന്നല്ല, വേറെ രോഗത്തിന് കൊടുക്കുന്ന വൈറ്റമിൻ ടാബ്ലറ്റ്സാ.
അപ്പൻ എന്തൊക്കെയോ ഒന്ന് മറയ്ക്കുന്നുണ്ട്. അപ്പൻ വേലുവക്കനെ തല്ലുവാൻ പറ്റോ ചെയ്തു? അത് പിന്നെ വേണ്ടാതിനെ കാണിച്ച നല്ല പെടപടയ്ക്കും. ഏതായാലും വേലുവക്കന് വലിയ സങ്കടമായിപ്പോയി. കാത്തൂന് അക്കൻ എന്നാ ചെയ്യാനാ? എന്നേലും കൂടുതൽ കാത്തൂനെ കാത്തു സൂക്ഷിക്കുന്ന അക്കനാ. എട്ടും പൊട്ടും തിരിയാത്ത എന്റെ കുട്ടീനെ ആരോ അപ്പാ ആരാന്ന് ഓള് പുലമ്പണില്ല. അടിച്ചും തല്ലിയും ചോദിക്കാൻ എന്റെ പുള്ളനോട് ഏനു വയ്യ. മോന് പറ്റുമെങ്കിൽ ചോദിക്കേ. ഏനെ വയന്നിട്ടാണെങ്കിൽ ഓള് നിന്നോട് പറയും. മാപ്പാക്കണം. വേലത്തലടിച്ചപ്പോ വേലൂര് സങ്കടം വന്ന് അതുകൊണ്ടാ വേലു കാത്തൂനെ ഇട്ടേച്ചു പോന്നത്. കാത്തൂന് വേലൂര് ജീവന. കാത്തു പെണ്ണിനെ കാത്തോണ്ട് വേലു എന്നും കൂടെ ഉണ്ടാവും. പിന്നെ വേലത്തലച്ച് തല്ലോ കൊല്ലോ എന്തു വേണമെങ്കിലും ചെയ്തോ. കാത്തു പെണ്ണിനെ ഇട്ടേച്ച് എങ്ങും പോവില്ല. നിനക്ക് തന്നാലെ കൊണ്ട് ഒരു ചരടക്കിടാവിന്റെ കരുതി കെട്ടിക്കൊടു. പൊറിപ്പിക്കാൻ പറ്റുമോ നിനക്ക്? ശങ്കറേ, ശങ്കർ, ഡാ ശങ്കറേ. ആ, നീയായിരുന്നു? എന്താടാ? നീ ഇങ്ങ് വന്നേ. എൻ്റെ വീട്ടിൽ നിന്നൊരു കളിപ്പാട്ടം കിട്ടി. അതൊന്ന് നീ ആ ബീച്ചിൽ നിന്ന് മേടിക്കുന്നത് ഞാൻ കണ്ടതാ. അതങ്ങനെ എൻ്റെ വീട്ടിൽ വന്നു. എടാ, അത് ഞാൻ കാത്തുനൊരു സമ്മാനമായി കൊടുത്താ. അത് മാത്രം സമ്മാനമായി കൊടുത്തുള്ളൂ? അതോ നീ വേറെ വല്ല സമ്മാനമായിട്ട് കൊടുത്തോ? എടാ, നീ എന്തീ പറഞ്ഞത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എടോ, നീ എന്റെ പെങ്ങളെ പിഴപ്പിച്ചല്ലേ? ആത്മാർത്ഥ കൂട്ടുകാരനാന്ന് പറഞ്ഞ് വീട്ടിൽ കയറ്റി നിന്നെ പോലുള്ള വിടറാ. എനിക്ക് പറയാനുള്ള നീ കേൾക്ക്. എന്നിട്ട് നീ എന്നെ തല്ലി കൊല്ലം എന്താണെന്ന് വെച്ചാ ചെയ്യും. എടാ, ഞാൻ നിന്നോട് തെറ്റ് ചെയ്തു. കൂട്ടുകാരനായി കൂടെ നടന്നിട്ട് നിന്റെ പെങ്ങളെ ഞാൻ സ്നേഹിച്ചു പോയി. എടാ, നീ എന്നോട് ക്ഷമിക്കണം. പക്ഷെ ഞാൻ അവളെ പിഴപ്പിച്ചു എന്ന് പറഞ്ഞില്ലേ, അത് ഞാൻ ഒരിക്കലും ചെയ്തിട്ടില്ല, ചെയ്യുകയില്ല. നീ തെറ്റിദ്ധരിച്ചായിരിക്കും. നമുക്ക് അവളെ ഏതെങ്കിലും ഡോക്ടറെ കാണിക്കാം. ഇനി അവൾക്ക് എന്ത് കുറവുണ്ടെങ്കിലും എനിക്ക് വേണം അവളെ എൻ്റെ ജീവിതത്തിലേക്ക്. മിസ്റ്റർ കണ്ണൻ, നിങ്ങൾ ഭയക്കുന്നത് പോലെ നിങ്ങളുടെ പെങ്ങൾക്ക് ഗർഭമൊന്നുമില്ല. അവൾക്ക് ഗ്യാസ്ട്രിക് അൾസറിന്റെ ആരംഭമാണ്.
പിന്നെ ഇത്ര ചെറുപ്പത്തിൽ ഇത് എങ്ങനെ വന്നു എന്നുള്ളതാണ്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നതുകൊണ്ടോ അല്ലെങ്കിൽ അമിതമായിട്ട് ബേക്കറി ഐറ്റംസ് കഴിക്കുന്നതുകൊണ്ടോ വരാം. ഏതായാലും ഞാൻ കുറച്ച് മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്ത് തരാം, അതൊന്ന് കൊടുത്തു നോക്ക്. ഓക്കെ മാം. ആ പേപ്പർ ഞാൻ തരത്തില്ലേ? നിങ്ങളങ്ങോട്ട് നോക്കിക്കേ, വേലത്താൻ കൈക്കോട്ടായിട്ട് വരുന്നുണ്ട്. അതയാള് വല്ല പാടത്ത് പണിക്ക് പോണായിരിക്കും. വേലത്താൻ പാടത്തെന്തോ വേല വെക്കാനുള്ള പരിപാടിയാണ്. ഞാൻ പോയൊരു വേല വെച്ചിട്ട് വരാം, അല്ലെ മനസ്സിലൊരു സുഖം കിട്ടത്തില്ല. മുഴുവൻ കുടിച്ചേക്കാം, പൈസ കൊടുത്തല്ലേ. തൊണ്ട കുരുങ്ങിനിപ്പോ ഇപ്പം വന്നേക്കാം. വേലത്താനെ എങ്ങോട്ടാ മമ്മട്ടിയായിട്ട്? പുറംപരമ്പ് കൂട്ടാനെ കൊണ്ടുള്ളത് നിനക്ക് അറിയത്തില്ലേ? ഓ പുറംപരമ്പ്, നീ എല്ലാം കൂടെ തമ്പ്രാനങ്ങ് തള്ളി കൊടുക്കുകയല്ലേ? ഇത് കൂടെ അങ്ങോട്ട് കൊടുത്തു. തമ്പ്രാന് വേണ്ടി ഞാൻ എന്തും ചെയ്യും. നീ നിന്റെ പണി നോക്കി പിള്ളേ. അറിയാടാ, നീയൊക്കെ തമ്പ്രാന്റെ അടുത്ത് പേരെടുക്കാനുള്ള അടവല്ലടാ. എന്റെ നാവി ഉറിഞ്ഞിട്ട് വയ്യ. ഏമല്ലോ പറഞ്ഞാ കൂടി പോവും. നീ കൂട്ടുകയും വേണ്ട കുറയ്ക്കുകയും വേണ്ട. നാടനങ്ങ് ചൊറിഞ്ഞു അല്ല പിന്നെ. ശരിയാക്കി തരാം. കേളുവെട്ടവരന്തി. ചന്തി മാറ്റി വെക്ക്, അന്തിയല്ലേ ചോദിച്ചോളൂ. കേട്ടോ കേളുവെട്ട, തമ്പുരാന്മാരുടെ കുത്തിരിച്ചേറ് അസ്ഥി കയറി നടക്കുന്ന ജലവന്മാർക്ക് എന്തു ആകാന്നാ ഭാവം. എന്തുണ്ടായപ്പാ? എന്തുണ്ടാകാനാ, ആ ദേഹത്ത് ദൈവം കയറി നടക്കുന്ന ചാത്തനുണ്ടല്ലോ, അവൻ പുറം പരമ്പ് വെട്ടിപ്പിടിക്കാൻ പോയിരിക്കുക. ഓ, അത് നമ്മുടെ നമ്പ്യാർ അദ്ദേഹത്തിന്റെയും കൂടെ എന്നുള്ള ഒരു അവൻ അറിയത്തില്ലല്ലോ. ആണോ? അല്ല, അവന്റെ ജോലി തന്നെ തമ്പുരാന്റെ വീട്ടിലേക്ക് വെട്ടിപ്പിടിച്ചു കൊടുക്കലാണല്ലോ. പതുക്കെ പറ, നമ്പ്യാരകത്തുണ്ട്. ആരാടാ എന്നോട് ചോദിക്കാതെ പാടത്ത് പുറവരമ്പ് വെട്ടാൻ പോയത്? അത് ചാത്തൻ വേലത്താനാണേ. അവനോ? എന്നാ നാളെ പിള്ളേർ മഠത്തിന് പുറംപോക്കിലൊരു കുഴി കുത്തിക്കൊള്ളാൻ പറ. ചാത്തനെ മൂടാൻ വരില്ല. പിള്ളേർ മടക്കാർക്ക് വേണ്ടി നീ എന്തു ചെയ്യുന്ന എനിക്കറിയാം. നിന്റെ ചാറ്റും അഭ്യാസവും നീ നമ്പ്യാരെടുത്ത് വേണ്ട, അടിച്ചോടിക്കണ. സ്നേഹിക്കണേല് ജീവൻ കൊടുത്തും സ്നേഹിക്കും ഈ അടിയാൻ. അതായ എന്റെ പാരമ്പര്യം. പൊന്നുകളെന്ന മണ്ണ, അത് ദേവരുടെ വരദാനമാ. വെട്ടിപ്പിടിച്ചോ, പ്രമുഖന്മാരായിക്കൊള്ളേ. പക്ഷെങ്കി ഭൂമിയോളം താന്നു കിടക്കുന്ന ഞങ്ങളെ ചവിട്ടിത്താഴ്ത്താൻ വന്നോ കൊന്നുകളയും. ചാത്ത, നീയാണോടാ ചാത്തൻ വേലത്താൻ? ഓ, നീ കളരിമൂപ്പനാണല്ലടാ. അല്ലമ്പ്ര, ഞാൻ പിള്ളേർ മഠത്തിലെ അടിയാനാണേ. നിന്നെ അറസ്റ്റ് ചെയ്യാനാ ഞങ്ങൾ വന്നേ. ഇല്ലമ്പ്ര, അടിയാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലമ്പ്ര. നീ ഇന്നലെ പാടത്ത് കിടന്ന് ഹീറോയിസം കാട്ടിയെന്നാണല്ലോ അറിഞ്ഞത്. ഇല്ലമ്പ്ര, ചൊണ്ട് വാ, ഇങ്ങോട്ട് വാടാ. മാറിക്കടി കൊച്ചേ, അല്ലെങ്കിൽ നിന്നെ പിടിച്ചകത്തിട്ടു. ആ, വണ്ടി കൊണ്ട് കേട്ടാവനെ. എന്താ മോളെ? പോലീസ് പിടിച്ചോണ്ട് പോയി. പോലീസ് പിടിച്ചോ? സോമശേഖര, എന്താ? നീ ആ ഫോൺ എടുത്ത് സ്റ്റേഷനിലൊന്ന് വിളിച്ചേ. എന്താ ഉണ്ടായെന്നറിയാലോ? ശരി.
ഇന്നലെ പാടത്ത് നമ്പ്യാരുമായിട്ട് വഴക്കുണ്ടായി എന്ന് കേട്ടിരുന്നു. മോള് വാ, മോക്ക് വല്യമ്മച്ചി ആഹാരം വിളമ്പി തരാം. ഒന്നും വേണ്ട വല്യമ്മ. അങ്ങനെ പറഞ്ഞാ പറ്റുമോ? ഒന്നേ ഓ, അമ്മ ഇവളെയും കൊണ്ട് എങ്ങോട്ടാ? നിന്ന് തിണുങ്ങാതെ അടുക്കള ഭാഗത്ത് അങ്ങനെ പോടി. കേട്ടത് നേരാ. ആ നമ്പ്യാരെ തല്ലിയതാ കേസ്. തല്ലുക മാത്രമല്ല, മർമ്മം കുത്തി ഇളക്കുന്നൊക്കെയാ കേൾക്കുന്നത്. പുറം വരമ്പ് വെട്ടിയതാ വിഷയം. നീ റെഡിയാകും. കണ്ടോർക്ക് വേണ്ടി പടം നയിക്കണോ? പോലീസ് പെരുമാറിയാലൊന്നും ഉടയുന്ന ശരീരമൊന്നും അല്ലത്. വെറുതെ അച്ഛൻ ശത്രുവിനെ ഉണ്ടാക്കി വെക്കണ്ട. സുഭദ്ര പറഞ്ഞാലും കാര്യമുണ്ടച്ചാ. ആ നമ്പ്യാരൊരു വൃത്തികെട്ടവനാ. ആയിക്കോട്ടെ, പിള്ളയാർ മഠത്തിന് വേണ്ടി ആ ചാത്തൻ പുറവരമ്പ് കൂരിയത്. വേഗം റെഡിയാവ്. ആ ഓ, ഇവനെയൊക്കെ കൈ കിട്ടുമ്പോഴല്ലേ 4 കൊടുക്കാൻ പറ്റൂ. തൊട്ടേനും പിടിച്ചതിനുമൊക്കെ ദളിസ്നേഹം പറഞ്ഞ് മുതലക്കണ്ണീരൊഴുക്കുമല്ലേ രാഷ്ട്രീയ നേതാക്കന്മാരും മാധ്യമങ്ങളും. അവനൊക്കെ ഇതൊക്കെ അറിഞ്ഞാൽ ഇവനൊക്കെ അങ്ങ് VIP-കളാകും. അതിനു മുമ്പ് ഇവൻ കുടിച്ച മുലപ്പാല് ഞാൻ ഛർദ്ദിപ്പിക്കും. വേണ്ട സാറേ, കടന്തൽ കൂടാ, വെറുതെ കല്ലെറിയണ്ട. ഓഹോ, നിന്റെയൊക്കെ ഉള്ളിൽ കത്തുന്ന പക തീർക്കാൻ മാന്യന്മാരെ അടിക്കണമല്ലടാ. നിന്റെ അടി കൊണ്ട് മർമ്മം കലങ്ങിയ നമ്പ്യാര് കിടന്ന കിടപ്പിൽ തന്നെ ഉള്ളുവെന്നാ കേട്ടത്. നീയൊക്കെ എന്റെ കൈ മെനക്കെടുത്തി അടങ്ങും. സാറേ തല്ലുവൊന്നും വേണ്ട. മതവിളകി ആനയെ ചൂണ്ടുവിരൽ കൊണ്ട് നിർത്തിയ പാർട്ടിയാ. ഓ പിന്നെ, താനൊന്ന് പോടോ. സാറേ, വക്കീൽ സാർ വന്നിട്ടുണ്ട്. ഓ, ഇവനൊന്നും വേറെ പണിയൊന്നുമില്ലെന്ന്. നിന്നെ ഇന്ന് ഞാൻ ശരിയാക്കും കേട്ടോ. ജാമ്യാപേക്ഷയായിട്ട് ഏതെങ്കിലും വക്കീലിനെ വിട്ടാ പോരായിരുന്നു. സാറില്ല, പ്രൊഫഷണലായി ഇയാളൊരു വക്കീലിനെയാണല്ലോ. ഓ ഡോ, അവനെ കൊണ്ടുവാ. എവനെ പോലുള്ള ചെല്ലും ചെലവും കൊടുത്ത് വളർത്തുന്നത് നിങ്ങൾക്ക് തന്നെ നാണക്കേടാ. സാറേ, അതിന് സന്തോഷമേ ഉള്ളൂ. ചാത്തൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. ശരി, നമ്പ്യാര് തല്ലേരെന്ന് വാങ്ങിയതാ. പുറംവരമ്പ് കിട്ടുന്നത് പാടത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയാ, ഒപ്പം കാലവർഷക്കെടുതികൾ ഒഴിവാക്കുവാനും. അതൊക്കെ ശരി തന്നെ. പക്ഷേ അത് കണ്ടവന്റെ നെഞ്ചത്തോടല്ലേ വാരി വെക്കേണ്ടത്. പോലീസ് ഓഫീസർക്ക് ദേഷ്യവും ശൗര്യവും ഒക്കെ നല്ലത് തന്നെ. പക്ഷേ വേണ്ടതും വേണ്ടാത്തതും എവിടെയെന്നു കൂടി അറിയുന്നത് കൂടുതൽ നല്ലത്. പുറവരമ്പ് കുത്താൻ വേലത്താനെ സഹായിക്കുന്നതിന് പകരം അയാളുടെ മെക്കിട്ട് കയറുക. ഇവര് പാവങ്ങളാ. അവർക്ക് സ്നേഹിക്കാനേ അറിയൂ, മണ്ണിനെ ആയാലും മനുഷ്യനെ ആയാലും. വേലത്താനെ വാ പോവാം. സാറേ, കയ്യെ കിട്ടുമ്പം ഉള്ളിലുള്ള കലിപ്പ് തീർക്കുന്ന സാറന്മാരുള്ള നാട്ടില് മണ്ണിന്റെ വിയർപ്പായ ഏങ്ങളെ മണ്ണിരയ്ക്ക് സമവാ. ഇടയ്ക്കെങ്കിലും ചോദിക്കാനെ കൊണ്ട് ഒരു വേലത്താനെങ്കിലും ഇരുന്നോട്ടെ സാറേ. ഓ, ഇത് പെടുമർമ്മവുമായി ബന്ധപ്പെട്ടൊരു പ്രതീതി ഉണ്ടല്ലോ. കടിച്ചവനെ കൊണ്ട് തന്നെ വിഷം ഇറക്കിക്കണം. വേലെത്താനെത്തിയല്ലേ? ആ, കാര്യത്തിനിപ്പോ ഒരു തീരുമാനം ഉണ്ടാവും. വേലെത്താൻ ചെയ്തു വെച്ചല്ലേ, അങ്ങേര് തന്നെ അഴിച്ചോളൂ. എന്താ വൈദ്യരെ, കൊളുത്തഴിച്ചോ? എവിടുന്ന് ശരിയാകാൻ? ഇത് പാതാള കൊളുത്താ. തെക്കൻ കളരിലും വടക്കൻ കളരിലും കാണാത്ത മുറ. എന്നാ പിന്നെ വേലത്താനെ അതങ്ങ് അഴിച്ചു വിട്ടേക്ക്. അതിനെന്താ തമ്പ്ര, ഏനിപ്പോ ശരിയാക്കി തരാം.
നമ്പ്യാരെ, തടിമുടുക്കുണ്ടെന്ന് കരുതി ആരുടെയും മുതുകത്ത് കയറാൻ നോക്കരുതേ. ഇതുപോലെ വേല അറിയാവുന്ന ആണുങ്ങൾ ഈ നാട്ടിലുണ്ടെന്ന കാര്യം മറക്കണ്ട. വാ, വരട്ടെ നമ്പ്യാരെ. അമ്മേ. ഇത് വേണ്ട, കൊള്ളൂല. ഇതെന്തുവാ? അതൊന്നുമില്ല. പോ. ആഹാ, വന്ന് വന്ന് നീ ഇതിനകത്തും കേറിയോ? ഇങ്ങോട്ട് വേണ്ടമ്മ, അവനോട് നിന്നോട്ടെ. എന്നെ നീ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത്. ബോഡി വൃത്തികെട്ടവളെ. സുഭദ്രേ, നിനക്കിത് എന്തിന്റെ സുഖേടാ? ഈ തറവാടിന് വേണ്ടിയാ ചാത്തൻ പോലീസ് സ്റ്റേഷനിൽ കയറിയത്. അതിൽ വിഷമിച്ച് നിൽക്കുന്ന ഈ കുട്ടിയെ പിന്നെ നീ വിഷമിപ്പിക്കുക. മോള് കഴിക്കും. ആ, നിന്നെ ഞാൻ കഴിപ്പിക്കാടി. ഇവിടെ ഇരുന്നാ മതി. അമ്മയെ കാണിക്കുന്നത് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പുറവാ അമ്മയെ പോലെ തന്നെ ഒരു അമ്മ നൊന്ന് പ്രസവിച്ചല്ലേ ഇവിടെയും. ഓ, ഭഗവതിയുടെ പുതിയൊരു അവതാരം വന്നിരിക്കുന്നു. ഇവൾ ഇവിടെ ഇരുന്ന് കഴിച്ചാ മതി. ഈ അസത്തിനെ ഇനി ഇവിടെ കണ്ടുപോകരുത്. എന്റെ സ്വഭാവം മാറും. അമ്മയും കൂടെ കേൾക്കാനാ പറയുന്നത്. മാറും കേട്ടോ. കരണ്ട കേട്ടോ. കഴിച്ചു, കഴിക്കേ. കരയല്ലേ, പോട്ടെ. കഴിച്ചു. വേലുവക്കം വരുന്നുണ്ടല്ലോ. Hello. നോക്കി നോക്കി. എന്തൊരു പട്ടി കടിച്ചു. അയ്യോ, വേണ്ട. ഇപ്പൊ ഇതറിഞ്ഞ അമ്മ എന്തൊക്കെയാ കാട്ടിക്കൂട്ടുന്നത് അറിയത്തില്ല. പൊയ്ക്കോ. അയ്യോ അയ്യോ, എന്ത് പറ്റി? കളിച്ചോണ്ടിരുന്നപ്പോ കാലെ കമ്പ് കൊണ്ട് എറിയതാ. എവിടെ? എന്നിട്ട് അമ്മ വഴക്ക് പറയുന്ന പേടിച്ച് അവർ ഓടിപ്പോയി. അവർക്ക് പോവാൻ മനസ്സിലായിരുന്നു. അത് നന്നായി മോളെ. മോള് വാ, അമ്മൂമ്മ മരുന്ന് വെച്ച് തരാം. അച്ഛൻ വരുമ്പോ നമുക്ക് ആശുപത്രി പോകാം. തമ്പ്രാട്ടി, കുറച്ചുകൂടെ. തമ്പ്രനെ, എന്താ മോളെ? എന്തു പറ്റി മോളെ? എന്താ മോളെ? എന്തു പറ്റി? എന്തു പറ്റി? എന്താ എന്താ പറ്റി?
മോളെ എന്ത് പറ്റി മോളെ? മോളെ അയ്യോ എന്റെ മൂക്കിന് എന്ത് പറ്റി? മോളെ വേഗം ആശുപത്രി കൊണ്ടുവരാം. സിസ്റ്റർ, കുട്ടിയെ വേഗം തന്നെ ഐസൊലേഷൻ ക്യാമ്പിലേക്ക് മാറ്റണം. കോൺടാക്ട്സിന് എല്ലാവർക്കും LDRV നൽകണം. സതീഷ, വിസിറ്റേഴ്സിനെ കഴിവതും ഒഴിവാക്കണം. ശരി സാർ. ഡോക്ടർ, എന്റെ മോക്ക് എന്താ പറ്റിയ ഡോക്ടർ? ഇത് പേപ്പട്ടി വിഷബാധയാണ്. കൃത്യസമയത്ത് LDRV വാക്സിൻ നൽകിയിരുന്നെങ്കിൽ ഈ കുഞ്ഞിന് ഈ ദുരന്തം സംഭവിക്കില്ല. ഒരിക്കൽ പോലും പട്ടി കടിച്ചിട്ടില്ലാതെ എന്റെ മോക്ക് എങ്ങനെയാ ഡോക്ടർ പേപ്പട്ടി വിഷബാധ ഉണ്ടായത്? പട്ടി കടിച്ചു, നിങ്ങളത് അറിഞ്ഞില്ലെന്ന് മാത്രം. കൂട്ടുകാരുമായി കളിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് സംഭവം. അമ്മ വഴക്ക് പറയുന്നു പേടിച്ച് അവളത് മറച്ചു വെച്ചു. ബോധം വരുന്ന ഇടവേളയിൽ അവൾ തന്നെ എന്നോട് പറഞ്ഞതാ. പ്രതീക്ഷയ്ക്ക് വകയൊന്നുമില്ലെങ്കിലും ഞങ്ങളാലാകുന്ന ചെയ്യാം. പ്ലീസ് വെയിറ്റ്. ഓക്കെ, റിലാക്സ്. ഓക്കെ. എന്റെ പൊന്നമ്മേ, മലയും മണ്ണും കാക്കുന്ന എന്റെ ദേവിയെ, തമ്പ്രാമ്പടത്തിലെ കുട്ടിയെ രക്ഷിക്കണേ എന്റെ ദൈവങ്ങളെ. പകരം ഈ ചാത്തൻ ഉയരെടുത്തോളി. എന്റെ ദൈവങ്ങളെ കാത്തുരക്ഷിക്കണം. എന്റെ ദൈവങ്ങളെ രക്ഷിച്ചേക്കണേ. എന്റെ സീതക്കുട്ടിയുടെ തീരെ മാറ്റണേ. എന്റെ ദൈവങ്ങളെ. മോളെ കേളോട്ടാ, ഒരു കുപ്പിടയും എടുക്ക്. എന്തോന്ന് കുടിയാ തമ്പ്ര, ഇനി മതി. കുടിച്ച് വിഷമം തീർക്കാൻ തുടങ്ങിയാലേ കുടി കൂടത്തേ ഉള്ളൂ. താൻ ഉപദേശിക്കൊന്നും വേണ്ട. പിള്ളയാർ മഠത്തിലെ സോമശേനെ ഉപദേശിക്കാൻ ഒരുത്തനും വളർന്നിട്ടുമില്ല. നിനക്ക് കള്ളു തരാൻ സൗകര്യമില്ലെങ്കിൽ അത് പറഞ്ഞാൽ മതി. ഈ ഷാപ്പ് വിലക്ക് മേടിക്കാനുള്ള കാശ് എൻ്റെ കയ്യിലുണ്ട്. എന്ത് ചെയ്യാനാ? തമ്പ്രാൻ ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ എവിടൊക്കെ തിരക്കെന്നറിയാം. തിരക്കിടക്കാൻ ഞാനാടാ കൊച്ചുകുട്ടി വല്ലതാണോ? നിനക്ക് കള്ള് വേണമെങ്കിൽ വലിച്ചു കയറ്റടാ. വേണ്ട പറ, ഒരു ഇപ്പോഴിങ്ങനെ നിർബന്ധിക്കും. എനിക്ക് ഇതാ ഇഷ്ടപ്പെടാത്ത. എന്നാ പിന്നെ ഒരു കപ്പ കൂടി പറഞ്ഞാലോ? കേളോട്ടാ, ഒരു കപ്പ കൂടി ചുമ്മാ ഇരിക്കട്ടെ. നീ ആവശ്യത്തിന് കുടിക്കടാ, കുടിച്ച് മരിക്കടാ. ഒന്നുമില്ല, നിനക്ക് കൊള്ളി വെക്കാൻ ആണൊരുത്തനുണ്ടല്ലോടാ. ഇന്നത്തെ രീതി അനുസരിച്ച് അവൻ കൊള്ളി വെക്കുവോ പള്ളയ്ക്ക് വെക്കുവോ എന്നാണ് സംശയം. അല്ല, കയ്യിരിപ്പോണ്ടേ. തമ്പ്രാളിയാ, എന്തിനോട് പൊട്ടി?
എന്നവരോടാ ഞാൻ നിന്റെ ഒളിയനായത്? അതോ അളിയനായ പിന്നീട് വിളിക്കണല്ലോ, അതുകൊണ്ട് വിളിച്ചതേ ഉള്ളൂ. സാധനം അകത്ത് പോയപ്പോ അറിയാൻ വിളിച്ചു അളിയ. അല്ല അമ്പ്ര, ക്ഷമിക്ക് തമ്പ്ര, എനിക്കൊരു രഹസ്യം പറയാം. എന്ത് രഹസ്യം? എവിടാണെങ്കിലും ഈ ഉരുപ്പടിയെ ചുവന്ന് വീട്ടിലെത്തിക്കണമെന്ന് തമ്പ്രാട്ടി പറഞ്ഞിട്ടുണ്ട്. തമ്പ്രാട്ടി അവൾ ഒറ്റ ഒരുത്തിയാ എന്റെ മോളെ കൊന്നത്. വെറുതെ പെമ്പർ നോത്തിയെ ശപിച്ച് വിഷമം തീർക്കണ്ട സോമ. ഇതിനൊക്കെ കാരണം അവനും അവന്റെ എരണം കെട്ട മോളുവാ. നീ ആണാണെങ്കിൽ അവനിട്ടാ പണി കൊടുക്കേണ്ടത്. എന്താ ഗോവിന്ദ, ഞാൻ പറഞ്ഞ സത്യല്ലേ? ആ പറഞ്ഞതാണ് സത്യം. ആ പിഴച്ച പെണ്ണിനെ പട്ടി കഴിക്കായിട്ടുണ്ട് ഓടിച്ചപ്പോ രക്ഷിക്കാൻ പോയല്ലേ നമ്മുടെ കൊച്ച്. സത്യം പറഞ്ഞ ഇന്ന് മണ്ണിനടി കിടക്കേണ്ടത് ആ പൊട്ടി പെണ്ണായിരുന്നു. അങ്ങനെ എന്റെ കുഞ്ഞിനെ കൊന്നിട്ട് ഒരുത്തിനും ഈ കാലെടുത്ത് ജീവിക്കണ്ട. എല്ലാത്തിനെയും കൊന്ന് കാലിൽ തള്ളും. കള്ളു കുടിച്ച് വീമ്പ് പറയാൻ ആർക്കാ കഴിയാത്തത്? ചിരു അന്റെ നിറവാ നമ്മുടെ മോനും. വാ കേറി വാ. തമ്പ്രാനോ മിണ്ടരുത് നീ. അടിയാൻ ചമഞ്ഞെന്ന് നീ എന്റെ മോളെ കൊന്നില്ലേ? ആ നശൂലത്തിന് ഇന്ന് ഞാൻ കൊല്ലും. എന്റെ കിടാവിനൊന്നും ചെയ്യല്ലേ തമ്പ്ര. സീത കൊച്ചു പോയതില് ഏറെ തെണ്ണുണ്ട് തമ്പ്ര. മാറിയിക്കടാ. പിള്ളയാർ മഠത്തിലെ തമ്പുരാക്കം വരെ തടയാനും മാത്രം നീ വളർന്നോടാ. ചവിട്ടി കൂടും ഞാൻ. പറഞ്ഞില്ലെന്ന് വേണ്ട. എടീ ഇവളെ ഞാൻ തമ്പ്ര കൊന്നു. തമ്പ്രാനെ കൊന്നു. ഈ വേല തന്നെ കൊന്നു. എന്റെ പിള്ളേരുടെ അടുത്തൊന്നും വരുത് തമ്പ്ര. എട്ടും മുട്ടും തിരിയാത്ത കുട്ടിയാണ്. ഇവളൊക്കെ ഇന്നിവിടെ നിലനിൽക്കുന്നത് ഈ സോമശേഖരന്റെ ഔദാര്യമാ. ഒരു തെളിവില്ലാതെ കൊന്നുകളയും ഞാൻ. വാഗടാവേ, എന്താ വേണ്ടെന്ന് ഏനറിയാം. എന്താന്ന് വെച്ചാ ചെയ്യേ. അതിനുള്ള അവകാശം തമ്പ്രാനുണ്ട്. എന്താ വേറെ ആരെയും എന്റെ പുള്ളേന്റെ അടുത്ത് കൈവച്ച ചാത്തന്റെ നിറം മാറി. എന്താ ചാത്ത, എന്താ പറ്റിയേ? എട്ടും പൊട്ടും തിരിയാത്ത എന്റെ കിടാവിനോട് ആർക്കാ തമ്പ്ര ഇത്ര തെണ്ണം? കടന്നു പോടി പുറത്ത്. നിന്റെ മുഖം ഇവിടെ കണ്ടുപോകരുത്. സുഭദ്രേ, അച്ഛൻ മിണ്ടണ്ട. ഇവള് കാരണം നഷ്ടം ഉണ്ടായത് എനിക്കാ. എന്റെ ഒരേ ഒരു മോളല്ലേ പോയത്. ചാത്തനോടും കൂടെ ഈ പറഞ്ഞത്. തന്റെ സേവനം ഈ തറവാടിന് മതി. എല്ലാവരോടും കൂടി അവസാനമായിട്ട് ഞാൻ പറയുക, ഈ എരണം കെട്ടവളെ അകത്ത് കയറ്റി താമസിപ്പിക്കാനാണെങ്കിൽ എന്റെ ശവം കാണേണ്ടി വരും.
ഉറപ്പാ. ഇനി ഈ സുഭദ്രയ്ക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല. സോമശേഖര, നീ ഇങ്ങനെ ആയാലും എങ്ങനെയാ? സീതമോളുടെ മരണത്തില് ആർക്കാ വേദന ഇല്ലാത്തത്? ഒന്നും അറിയാഞ്ഞിട്ടല്ല, പക്ഷെ താങ്ങാൻ കഴിയുന്നില്ല. മുൻപേ അറിഞ്ഞിരുന്നെങ്കിൽ എന്റെ മോക്ക് ഇങ്ങനെ ഒരു ഗതി വരില്ലായിരുന്നല്ലോ എന്ന് ഓർക്കുമ്പോ സഹിക്കാൻ കഴിയുന്നില്ല. കണ്ണടച്ചാലുടൻ എന്റെ സീതമ്മയുടെ മുഖമാ മനസ്സിൽ തെളിയുന്നത്. ഞാനൊരു കൊച്ചു കള്ളം പറഞ്ഞപ്പോ അച്ഛൻ അറിയാതെ പോയതുകൊണ്ടല്ലേ എല്ലാവർക്കും എന്നെ നഷ്ടമായതെന്ന് അവളിങ്ങനെ ചോദിച്ചോണ്ടിരിക്കുക. എന്റെ നാലാമടക്കാർ, എന്റെ ഊരായ്മക്കാർ, എന്റെ ഇല്ലത്തെ എല്ലാരും ഇല്ലയോ കാർന്നോരെ? കേട്ടുകൊള്ളൂ. എന്റെ കൂടപ്പിറപ്പിരിക്കും മഠം നാലാം വേദക്കാരും ഹീനജാതിക്കാരും കയറി അശുദ്ധമാക്കിയിരിക്കുന്നു. ഇതൊന്നും കാണാനും കേൾക്കാനും ഇവിടെ ആരും ഇല്ലേ? നമ്മെ പരീക്ഷിക്കരുത്. ദ്രോഹിച്ചാൽ ദുഃഖിക്കേണ്ടി വരും. മഠം പൂജ ചെയ്ത് തീർത്ഥം തളിച്ച് ശുദ്ധി വരുത്തണം. ദേവിയേ, ദേവിയേ. വെളിച്ചപ്പാട് പറഞ്ഞ കാര്യത്തിൽ അവർ തീരുമാനമാക്കേണ്ടത്. ദേവി വിളയാട്ടമുള്ള മഠത്തില് അശുദ്ധി ഒരുപാടായേ. പുരോഗമനമൊക്കെ മനുഷ്യർക്ക് പറയാം, പക്ഷേ ദൈവങ്ങള് കേൾക്കണമെന്നില്ല. ദോഷങ്ങളുണ്ടെന്നുള്ളത് ഉറപ്പാ. അതിന് പരിഹാരം ചെയ്യുക തന്നെ വേണം. ഞാൻ കിഴക്കേക്കര മൂസിനോട് ദോഷപരിഹാരത്തിനുള്ള ചാർത്ത് കുറിച്ച് വാങ്ങിയിട്ടുണ്ട്. ഇന്നോ നാളെയോ തിരുമേനി തരുന്ന കുർബാനം വാങ്ങി ഒരുക്കങ്ങൾ തുടങ്ങിക്കോളൂ ഗോവിന്ദ. ഇനി വേറൊന്നും ആലോചിക്കാനില്ല. ശുദ്ധിയും വൃത്തിയില്ലാത്ത നീചജാതിയിൽപ്പെട്ട ആൾക്കാരൊക്കെ കയറി ഇറങ്ങുമ്പോ കൊച്ചിയമ്പ്രാട്ടി അന്നേ പറഞ്ഞതാ ഇത് ശരിയല്ല, നാശത്തിനാണെന്ന്. തറവാടാശുദ്ധിയായിട്ടാണോ ആ കുട്ടിയെ പട്ടിയടിച്ചത്? വിളിച്ചു വരുത്തിയതാ. ആ കുട്ടികൾ ഈ ഭൂമുഖത്ത് വന്ന് കളിച്ചതാ. അവരെ പറമ്പിലേക്ക് പറഞ്ഞു വിട്ടതേ പെറ്റ തള്ള തന്നെ. അല്ലേലും എട്ടും പൊട്ടും തിരിയാത്ത ആ കുട്ടികൾ ഏറി കളിച്ച അശുദ്ധമാകുന്നതാണോ ഈ തറവാട്? അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ഈ മഠത്തിലെ ദേവിക്ക് എന്താ ഒരു പ്രസക്തി? ഇതൊന്നും ഒരു കാരണമല്ല. ഇവിടെ ചിലരുടെയൊക്കെ മനസ്സിന്റെ രോഗം മാറ്റാനാ ആദ്യം കർമ്മം ചെയ്യേണ്ടത്. കേശുപിള്ളേ, എന്നാ പറഞ്ഞ പോലെ പരിഹാരക്രിയകൾ തുടങ്ങിക്കോളൂ. ഒക്കെ ദൈവത്തിന്റെ കയ്യിലാ ദേവി. നല്ല സ്വയംഭം ബ്രാൻഡിയ. ദൈവ ഒലക്കയുടെ മൂട്. 10 കൊല്ലമായി പിള്ളയാർ മഠത്തിൽ തുള്ളുന്നവനാ ഈ വെളിച്ചപ്പാട്. ഒരു ദൈവത്തിനെ ഞാനിതുവരെ കണ്ടിട്ടില്ല. കാശ് തരുന്നവരാ ഈ വെളിച്ചപ്പാടിന് ദൈവം. പറഞ്ഞതെല്ലാം വിശ്വസിച്ചിരിക്കുക മഠത്തിലുള്ളവര്. ഏതായാലും ആ എറണംകെട്ട വേലത്താനെ മഠത്തിൽ നിന്നും പുകച്ച് പുറത്തി അടിക്കണം. അതിനുള്ള ആദ്യവടിയായി പൊട്ടിച്ചത് അതങ്ങനെ പറക്കും. എടോ, ഈ പൂജ നടത്താൻ വരുന്ന മൂസയില്ലേ, ഈ മൂസ അത്ര കുറഞ്ഞ ആളല്ല. അയാൾ തട്ടിപ്പാടുന്ന വല്ലതും പറയുവോ? എവിടെ കാശ് അങ്ങോട്ട് ചെന്നിട്ടില്ലേ? ഇതൊക്കെ ഒരു ഫോക്കസ് അല്ലേ? അണ്ടർസ്റ്റാൻഡിങ്. പ്രാണിയെ പല്ലി തിന്നും, പല്ലിയെ പൂച്ച തിന്നും, പൂച്ചയെ പെരുമ്പാമ്പ് തിന്നും, പെരുമ്പാമ്പിനെ മനുഷ്യർ തിന്നും, തമ്പ്രാനെ നമ്മൾ 3 പേരും കൂടെ തിന്നും. പിള്ളേച്ച പാടത്ത് പാൽക്കടലിൽ ഓളങ്ങളെ തള്ളി നീക്കി നീ വരുമ്പോൾ പാൽക്കടലിൽ
പാൽക്കടലിൽ തോളങ്ങളെ തള്ളി നീക്കി നീ വരുമ്പോൾ സമ്മാനമായി നിനക്കൊരു വെള്ളാമ്പൽ പൂവ് തരാം പാൽക്കടലിൽ ഓളങ്ങളെ തള്ളി നീക്കി നീ വരുമ്പോൾ സമ്മാനമായി ഈടായിട്ട് ഞാനെന്തോ ഉറക്കം വരുന്നില്ല അമ്പ്ര. മയക്കം വരാനെ കൊണ്ട് കണ്ണടയ്ക്കുമ്പം പേടിപ്പെടുത്തുന്ന ഏതോ സ്വപ്നങ്ങളാണ് അമ്പ്ര. ഏനെന്തോ വലിയ അപരാധം ചെയ്ത പോലെ തോന്നുക. അപരാധമൊന്നുമല്ലല്ലോ, വലിയ ശരിയല്ലേ താൻ ചെയ്തേ. അപരാധം ചെയ്ത അത്രയും പിള്ളയാർ മഠത്തിലെ തമ്പുരാനാണോ? അതേനും തമ്പുരാനും അറിയാണ് സത്യം. പുറലോകം അറിയാനെ കൊണ്ട് കാത്തക്കിടാവ് ചാത്തിന്റെ ചാറ്റുതറയിൽ പൊട്ടിപ്പൊളിച്ച. അങ്ങനെ തന്നെ എന്നും നിൽക്കണം, അറിയാലോ. ഇല്ലായ്മ കണ്ട് മണ്ണും നെല്ലും ഏറെ അളന്നു കൊടുത്തിട്ടുണ്ട്. അതിനെയും കൊടുക്കുകയും ചെയ്യും. എത്ര വേണം എവിടെ വേണമെന്ന് പറഞ്ഞാൽ മതി. എന്നാ മാനളക്കാൻ പറയരുത്, അത് ജീവൻ ചോദിക്കുന്നതിന് തുല്യമാണ്. വയ്യമ്പ്ര, ചാത്ത പോലെ എന്നെ പ്രായമായി വരണ വലിയ സത്യങ്ങളൊന്നും ഒതുക്കി വെക്കാനുള്ള കേൾപ്പില്ല. ഒറ്റയാന്റെ കൊമ്പ് പിടിച്ചെടുക്കാൻ പറഞ്ഞ ചെയ്തേച്ചും വരുന്നൊരു കാലമുണ്ടായിരുന്നു. ഇന്നീ നടയങ്ങ് നടക്കുമ്പം എങ്ങാനും വീട് പോയ പരലോകത്ത് പോലും ഇതിന് മോശം കിട്ടില്ല അമ്പ്ര. ഞാൻ തന്നോട് എന്താ പറയണ്ടേ? തമ്പുരാനൊന്നും പറയണ്ട. ഇവിടുത്തെ കിടാവിനെ കൊല്ലാനും വളർത്താനുള്ള അധികാരം തമ്പുരാനുണ്ട്. വളർത്താൻ ഇവിടെയുള്ളവർക്ക് ആകില്ലെങ്കിൽ ഏതെങ്കിലും കൊല്ലാത്ത കൊല്ലാനായിരുന്നെങ്കിൽ അത് അമ്മയാകായിരുന്നില്ലേ? എന്നാ വളർത്തണം തമ്പ്ര. ഈ കണ്ട മണ്ണിനൊക്കെ ഉടമയാണ്, അത് മറക്കണ്ട. തമ്പുരാനായിട്ട് വിവരക്കേട് ചെയ്താൽ ഒടുവിൽ കിടക്കുന്ന ചെതയിൽ പോലും ദഹിക്കാതെ കിടക്കും ഈ തടി. എന്തായാലും ഏനൊന്ന് തീരുമാനിച്ചപ്രാ. ഇമ്മടി കുട്ടിത്തരം ഉണ്ടെങ്കിലും ഓള് തങ്കക്കുടവാ. ഈ തറവാട്ടിലെത്തുമ്പം അത് വൈഡൂര്യമാകും. ഒന്നിനെ ദൈവങ്ങൾ തട്ടിയെടുത്തതിന് പകരമായിട്ട് അങ്ങ് കരുതിയാ മതി. ചാത്തന് ഇതേ പറയാനുള്ളത്. ചാത്ത, ഈ വീട്ടില് രാജകുമാരിയെ പോലെ വളരേണ്ടതാ എന്റെ കാത്തുമോള്. എല്ലാവരുടെയും ആട്ടും തുപ്പുവേറ്റ് ജീവന് പോലും രക്ഷയില്ലാതെ കഴിയുന്നത് കാണാൻ ത്രാണിയില്ല ഈ ചാത്തന്. അവസാനമായിട്ട് എനിക്കൊന്നേ പറയാനുള്ളത്, കാത്തുമോളി ഈ വീട്ടില് ഇവിടുത്തെ മോളായിട്ട് വളരണം. ഇല്ലേലേ വർഷങ്ങൾക്ക് മുമ്പ് ആ ചോരക്കുഞ്ഞിനെ എന്റെ കയ്യിലോട്ട് വെച്ച് തന്നിട്ട് തമ്പ്രാൻ പറഞ്ഞതുപോലെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഈ ചോത്തും കൊന്നു കുഴിച്ചു മൂടും. നിസ നിസ മാഗ നിസ 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 മാഗ നിസ നിസ മധുരമിതേതോ മൃദുമന്ത്രണ നിർച്ചരി ഒഴുകി വരുന്നെൻ ഹൃദയയമുനയിൽ തരളിതമായി തീരുമെൻ മനം സഫല സ്വപ്നവനികയാകുമോ മധുരമിതേതോ മൃദുമന്ത്രണ നിർച്ചരി ഒഴുകി വരുന്നെൻ ഹൃദയയമുനയിൽ മധുമൊഴിയൻ പ്രിയ സഖി നീ കാതിൽ പകർന്നു നൽകും. ഒരു മൊഴി മധുമൊഴിയൻ പ്രിയ സഖി നീ കാതിൽ
പകർന്നു നൽകുമോ? ഇനി വരും വാസന്തനാളുകളൊന്നിൽ ഹൃദയേശ്വരി നീ എൻ സ്വന്തമാകുമോ? ഹൃദയേശ്വരി നീ എൻ സ്വന്തമാകുമോ? ചാത്താ, ഓ, പണിക്കാരുടെ ഒക്കെ മേലെ എപ്പോഴും നിന്റെ ഒരു കണ്ണു വേണം. തമ്പുരാനെ, അത് നമ്മുടെ പൂജാരിയല്ലോ കിടക്കുന്നേ, അയാളെന്താ ഇവിടെ? എന്തോ പറ്റിയത്? തമ്പ്ര, ഉഗ്രവിശ്വാസി കണ്ടിരിക്കണേ, പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ജീവൻ പോകും. വേണ്ട, ചതിക്കും വഞ്ചനയ്ക്കുള്ള ശിക്ഷയായത്. ഇവരെടുത്ത് പുറത്തേക്കിട്. തമ്പ്ര, അവിടെ കിടന്ന് ജീവിക്കോ മരിക്കോ ചെയ്യട്ടെ. പിള്ളയാർ മഠത്തിലെ പറമ്പിൽ കിടന്ന് വേണ്ട. ആ പേര് ദോഷം കൂടി ഈ കുടുംബത്തിന് വേണ്ട. തമ്പ്ര, അയ്യോ, സുഭദ്രേ, എങ്ങോട്ടാ? അമ്പലത്തിലേക്ക്. വേണ്ട, പോകണ്ട. ഇന്നെന്നല്ല, ഇനി ഞാൻ അനുവാദം തരുന്നവരെ. അച്ഛാ, എനിക്ക് അമ്പലത്തിൽ വഴിപാടുണ്ട്. അറിയുന്നുണ്ട് നിന്റെ വഴിപാടിന്റെ വിശേഷങ്ങളൊക്കെ. കേറിപ്പോടി. തമ്പുരാനെ, നമ്മുടെ ദേവീക്ഷേത്രത്തിലെ തിരുമേനി വഴിയിൽ പാമ്പ് കടിയേറ്റ് മരിച്ചു കിടക്കുന്നു. അറിഞ്ഞില്ലെങ്കിൽ പറഞ്ഞേക്കാമെന്ന് കരുതി അടിയൻ കയറിയതാണേ. നാട്ടുകാരെല്ലാം കൂടി നിൽക്കുവാ. പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. മോളെ, നീ ഈ കുടുംബത്തിന് നാണക്കേടുണ്ടാക്കരുത്. ജീവിച്ചിരിപ്പില്ലാത്ത ഒരുത്തൻ്റെ കുഞ്ഞിന് ജന്മം നൽകുകയെന്ന് വെച്ചാ? ആരൊക്കെ എതിർത്താലും ഞാൻ ഈ കുഞ്ഞിനെ പ്രസവിക്കും, വളർത്തും. ഇതെന്റെ തീരുമാനമാണ്, ഒരു മാറ്റവുമില്ല. ഇനി ഒരു നിമിഷം പോലും തന്നെ ഈ നാട്ടിൽ കാണരുത്. വേഗം പോയിക്കോ. കുഞ്ഞിനെ പോകുന്ന വഴിക്ക് ഇതിനൊക്കൊന്ന് കുഴിച്ചു മൂടിയാൽ എനിക്ക് വിഷമമില്ല. തൽക്കാലം നീ നാട്ടിലേക്ക് തിരിച്ചു വരണ്ട. കൊട്ടാരക്കരയിലെ നമ്മുടെ സ്ഥലത്ത് കുടിൽ കെട്ടി താമസിച്ചു. വേണ്ടതൊക്കെ ഞാൻ ചെയ്തു. പൊയ്ക്കോ. അവൾ ഉണരുമ്പോ കുഞ്ഞിനെ ചോദിക്കും, ചാപിള്ളയായിരുന്നെന്നും എവിടെയോ ചാത്തം കൊണ്ടുപോയി കുഴിച്ചു മൂടിയെന്ന് പറയണം. മനസ്സിലായോ? കുത്തുകരിങ്കുത്ത് ജീപ്പ് വെള്ളം താറാം മക്കളുടെ കയ്യിലൊരു ബാങ്ക്. അക്കുത്തിക്കുത്താന വരുമ്പോ കയ്യെ കുത്തുകരിങ്കുത്ത് ജീപ്പ് വെള്ളം താറാം മക്കളുടെ കയ്യിലൊരു ബാങ്ക്. ഞാൻ ജയിച്ചേ, കത്ത് ജയിച്ചേ. ആര് പറഞ്ഞു? കണ്ണനാ ജയിച്ചേ. വേലൂക്കനാ ജയിച്ചേ. ഇല്ല, ഞാനാ ജയിച്ചേ. നിങ്ങ കള്ളം പറയാ. നീയാ കള്ളി. എന്നാ നിങ്ങ രണ്ടാളോട് ഞാൻ മിണ്ടേയില്ല, നീ കളിക്കേയില്ല. കാത്തു പെണക്ക. മോള് പെണങ്ങണ്ട, കണ്ണേട്ടന് സങ്കടം വരും. കാത്തപ്പെണ്ണാ ജയിച്ചേ. എന്താ അവിടെ ബഹളം? മെഴുക്ക് കൂടി നല്ല മെതി തരുവേ. വഴക്കൊന്നും ഇല്ലമ്മ, ഞങ്ങ കളിക്കുക. എന്റെ ധർമ്മദൈവങ്ങളെ, കാലത്ത് എങ്ങോട്ടാണെന്ന് പറഞ്ഞില്ല. എന്നോട് പറയാതെ എന്നെ എവിടെങ്കിലും പോവോ? പോയിട്ടുണ്ടോ? ഇല്ല. എന്താ കാര്യം? അതേനെങ്ങനെ അറിയാം? അറിയണം. ഓളില്ലെങ്കിൽ ഈ ചാത്തം വരുത്താനില്ല. ഏനില്ലെങ്കിൽ ഓളുവില്ലത് ഏനുറപ്പാ. എന്റെ ദൈവം ഇങ്ങള് പിന്നെന്താ ഇങ്ങനെ? അതങ്ങ് വീട്. ഏനെ
ആ മയിലത്തൊരു വാത ഒഴിപ്പിക്കാനുണ്ട്. ആ ചെല്ലം കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞതാ. ഓനെ കാണുന്നതുമില്ലല്ലോ. അപ്പൻ എങ്ങോട്ടാണെന്ന് അറിയാം. അപ്പനെ ഒരിടം വരെ പോവാ. പോയിട്ട് വരുമ്പോ ഞങ്ങൾക്ക് എന്നാ കൊണ്ടുവരും? അപ്പൊ എന്തോ കൊണ്ടുവരും അപ്പ? ഏനെ പൊന്നുമക്കളോടൊരു കാര്യം പറയാം. ഇവിടെ കാണാൻ അടങ്ങി ഒതുങ്ങിയിരുന്ന് കളിച്ചോണം. അല്ലാണ്ട് അമ്മയുടെ മേക്കിട്ടെങ്ങും കയറരുത്. അപ്പം വരുമ്പോഴേ നാരങ്ങാമിട്ടായി മേടിച്ചോണ്ട് വരാം. ചെല്ലനോ അന്നെ നോക്കിയേ നിൽക്കുകയായിരുന്നു. സമയാകുന്നേ ഉള്ളൂ. ഓ കൃത്യസമയക്കാരനാന്ന് ഏനറിയാം. എങ്കിലും ഒരു എന്നാ പുറപ്പെടാം. ചിരി പെണ്ണെ പോട്ടെ. പുള്ളങ്ങളെ നോക്കിക്കോണം. ഇങ്ങള് പോയിട്ട് വാ പൊന്നെ. പുള്ളങ്ങളെ നോക്കാനല്ലേ ഏനുള്ളത്. അപ്പൊ വേലത്താനെ ആര് നോക്കും? ഒന്ന് പോച്ചല്ലേട്ടാ. എന്റെ മോളെ ഒരു രാജകുമാരിയെ പോലെ ഒരുക്കിയില്ലെങ്കിൽ അമ്മയ്ക്കൊരു തൃപ്തിയും വരില്ല. നമുക്ക് ഇവിടെ ഒരു രാജകുമാരനെ കൊണ്ട് കെട്ടിക്കാമേ. മോളെ വെറി പിടിപ്പിക്കാതൊന്ന് പോകണ്ട. കാത്തപ്പെണ്ണേ, ഞങ്ങ പറമ്പില് കളിക്കാൻ പോവാ. വെക്കം വാ. വാ. കളിക്കാൻ പോ വേലൂന്ന് കളിക്കാൻ. അമ്മ മാളുവൊക്കെയാ എങ്ങനോടെ കളിക്കാൻ പോകട്ടെ. അപ്പം പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. പുള്ളങ്ങളുമായി തല്ലുകൂടി വന്ന അറിയാവില്ല. എങ്കി പൊക്കോ. അപ്പം വരുന്നതിന് മുമ്പ് ഇങ്ങ് വന്നേക്കണം. കാത്തൂനെയും കണ്ണേട്ടനെ ഒന്നും കാണുന്നില്ലല്ലോ. അവര് വന്നോളുവടി, നമുക്ക് തലപ്പന്ത് കളിക്കാം. അതിന് പന്ത് വേണ്ടേടാ. അത് ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. കണ്ണേട്ടനും കാത്തുമൊക്കെ വരുന്നുണ്ടല്ലോ. അങ്ങോട്ടൊന്ന് മാറിക്കടാ. പന്ത് റെഡി, നീ നമുക്ക് കളിക്കാലോ. ഇന്നലെ പന്ത് എടുത്തോണ്ട് പോയിട്ട് എവിടെ കൊണ്ടുവച്ചാ? നമുക്ക് കളി തുടങ്ങാം. ആ വട്ടം കുട്ടം മാമന ആകെ കുഴപ്പം. എന്നാ കളിക്കാം. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ. ദിനകരാ, നീ എന്തിനു ദിനംതോറും വരുന്നു? നാടിനെ ഭയപ്പെടുത്തുന്ന വാർത്തകൾ തരാനല്ലേ? വെട്ട്, കുത്തു, കൊലപാതകം, പെൺവാണിപ്പം, ബോംബ് വെക്കൽ, പത്രങ്ങളിൽ വാർത്തകൾ കിടമില്ലാതാകുന്നു. ഇതാണോ ദൈവത്തിന്റെ സ്വന്തം നാട്? ദിനകരാ, അയ്യോ, ഇനി ദിനകരനും വരുമോ? വന്നല്ലോ. വന്നോ? എന്നിട്ട് എവിടെ? നിങ്ങളുടെ കൺവെട്ടത്തുണ്ട്. കൺവെട്ടത്തോ? മാമാ, ഈ ദൈവത്തിന്റെ നാട് എവിടാ? വീട്ടുകളെ ഒന്നും അറിയില്ലേ? കുരങ്ങന്മാരെന്തറിയുന്നു വിഭോ? കണ്ണേട്ടാ, കുരങ്ങന്മാരെന്താ അറിയുന്നത്? മക്കളെ, പണ്ട് ഈ നാട് അറിയപ്പെട്ടിരുന്നത് ദൈവത്തിന്റെ സ്വന്തം നാടെന്നാ. പക്ഷെ ഇപ്പോഴീ നാട് ചെകുത്താന്റെ നാടാ. അയ്യോ, ചെകുത്താന്റെയോ? അതേ മക്കളെ, ജാതി ചെകുത്താൻ, മതച്ചെകുത്താൻ, രാഷ്ട്രീയ ചെകുത്താൻ, ദിനംതോറും കൊലപാതകങ്ങൾ. അമ്മ മകളെ വിൽക്കുന്നു, അച്ഛൻ മകളെ ബലാത്സംഗം ചെയ്യുന്നു, 3 വയസ്സുകാരിയെ 60 വയസ്സുകാരൻ പീഡിപ്പിക്കുന്നു, വിദ്യാർത്ഥിനിയെ അധ്യാപകൻ കാമസംതൃപ്തിക്ക് വേണ്ടി കയ്യേറ്റം ചെയ്യുന്നു. ഇതെല്ലാം കാണാനും കേൾക്കാനുമായി സൂര്യൻ ആകാശത്തുകൂടി പ്രയാണം നടത്തുന്നു. മാധ്യമങ്ങൾ ഇതെല്ലാം വിറ്റ് കാശ് വാരിക്കൂട്ടുന്നു. അധികാര മേലാളന്മാർ ഇതെല്ലാം കണ്ട് സന്തോഷിക്കുന്നു. നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. എന്തിനു മനസ്സിലാക്കാൻ ഒരുങ്ങുന്നു? പോയി ഓടി ഒളിക്കുക ഈ മണ്ണിൽ നിന്നും. സൂര്യൻ വരുമ്പോൾ നശിച്ച വാർത്തകൾ കേൾക്കാതിരിക്കാൻ. കുട്ടമാമന് വട്ടളകി, നമുക്ക് പോകാം. അങ്ങനെ ഒരാളും പോവില്ല. അങ്ങനെ പോയാൽ കുട്ടമ്മാമന് വട്ടിളകും. അടുത്തു വാ, ഒരു സാധനം തരാം.
ഇതാ നാരങ്ങ മുട്ടായിയാ, എല്ലാവർക്കും കൊടുക്കും. അപ്പൊ എല്ലാവർക്കും മുട്ടായി കിട്ടിയല്ലോ. എങ്കിൽ കുട്ടമാമനൊരു പാട്ട് പാടാം. എന്താ? എന്നാ പാട്. നിണമൊഴുകി നാടിന്റെ വിരിമാറു കുതിരുമ്പോൾ മനമുരുകി മലയാള കരയുന്നു കേഴുന്നു. അരുതരുതു മക്കളെ, അവിവേകം അരുതരുത്. ഈ നാട് ദൈവത്തിൻ സ്വന്തമെന്നോർക്കണം. ഈ നാട് ദൈവത്തിൻ സ്വന്തമെന്നോർക്കണം. ഈ നാട് ദൈവത്തിൻ സ്വന്തമെന്നോർക്കണം. ഈ നാട് ദൈവത്തിൻ സ്വന്തമെന്നോർക്കണം. ദൈവത്തിൻ സ്വന്തമെന്നോർക്കണം. ഈ നാട് ദൈവത്തിൻ സ്വന്തമെന്നോർക്കണം. അവിവേകം അരുതരുത്. ഈ നാട് ദൈവത്തിൻ സ്വന്തമെന്നോർക്കണം. ഈ നാട് എന്താ മക്കളെ, എന്താ? അയ്യോ, ആരാ മക്കളെ ഈ ചതി ചെയ്തത്? അപ്പ പാർത്തമ്മാവൻ
അവിടെ നിൽക്ക. വേണ്ട ചാത്ത, വേണ്ട, അവരെ വിട്ടുകളാ. വേണ്ട ചാത്ത, വേണ്ട ചാത്ത, വേണ്ട ചേട്ടാ, വേണ്ട. അവന് ശിക്ഷ വിധിക്കാൻ ഇവിടെ കോടതിയുണ്ട്. ഇതൊന്നും ശരിയല്ല. വിട്ടുകള ചാത്ത, വിട്ടുകള. എന്നാ കൊല്ലടാ, കൊല്ല്. എടാ കൊല്ലാൻ. കൊല്ലുന്നില്ലേ? എന്നിട്ട് പോയി ജയിലിൽ കിടക്കും. ഈ പിള്ളേര് തെരുവിൽ അലിഞ്ഞു നടക്കട്ടെ. ഓ, എല്ലാം നശിക്കട്ടെ. പോടാ, പോയി ചാവടാ. പെരുമഴക്കാലത്തൻ പൂക്കുടയിൽ കൂടെ വന്ന പെണ്ണല്ലേ നീ. പെരുമഴക്കാലത്തൻ പൂക്കുടയിൽ കൂടെ വന്ന പെണ്ണല്ലേ നീ. എന്റെ പെണ്ണല്ലേ നീ. ഈ വസന്തകാലത്തിൻ തേന്മാവിൻ പൂക്കളെ ഏറ് കണ്ണാലെറിഞ്ഞിട്ട കള്ളനല്ലേ നീ. ഈ വസന്തകാലത്തിൻ തേന്മാവിൻ പൂക്കളെ ഏറ് കണ്ണാലെറിഞ്ഞിട്ട കള്ളനല്ലേ നീ. പെരുമഴക്കാലത്തൻ പൂക്കുടയിൽ കൂടെ വന്ന പെണ്ണല്ലേ നീ. എന്റെ പെണ്ണല്ലേ നീ. എന്നിൽ ഞാനെന്നും നിൻ ആറ്റുവഞ്ചിയിലെ തോഴിയല്ലേ പൊന്നേ. നീ എന്നും എൻ മനതാരിലെ സ്വപ്നമല്ലേ പെണ്ണേ. പെരുമഴക്കാലത്തിൻ പൂക്കുടയിൽ കൂടെ വന്ന പെണ്ണല്ലേ നീ. എന്റെ പെണ്ണല്ലേ നീ. എന്നുള്ളിൽ എന്നെന്നും പെയ്യുന്ന സ്നേഹത്തിൻ കണമായി മാറാമോ നീ. ഞാനാകും മഴമേഘം നിന്നുള്ളിൽ പെയ്തിടാൻ അതിലേറെ കൊതിയാണെന്നും.
തൻ സാഫല്യത്തിൻ കാലമായി കണ്ടേ. പൂവണിയും എൻ മാംഗല്യത്തിൻ നാളിതായി പൊന്നേ. പെരുമഴക്കാലത്തൻ പൂക്കുടയിൽ കൂടെ വന്ന പെണ്ണല്ലേ നീ, എന്റെ പെണ്ണല്ലേ നീ. ഈ വസന്തകാലത്തിൻ തേൻമാവിൻ പൂക്കളെ ഏറ് കണ്ടാലെറിഞ്ഞിട്ട കള്ളനല്ലേ നീ. ഈ വസന്തകാലത്തിൻ തേൻമാവിൻ പൂക്കളെ ഏറ് കണ്ടാലെറിഞ്ഞിട്ട കള്ളനല്ലേ നീ. പെരുമഴക്കാലത്തൻ പൂക്കുടയിൽ കൂടെ വന്ന പെണ്ണല്ലേ നീ, എന്റെ പെണ്ണല്ലേ നീ. ചാത്തമേലെ തന്നെ, ചാത്തമേലെ തന്നെ. ഗോപാലനോ? ഡോ, ഉള്ള കാലം ഇവിടെ ഇങ്ങനെ കഴിഞ്ഞാൽ മതിയോ? താൻ കുട്ടനാട്ടിലേക്ക് വരാൻ തമ്പുരാൻ പറഞ്ഞയച്ചു. പറഞ്ഞോ? എടോ, അത് പറയാനല്ലേ ഞാൻ ഇവിടം വരെ വന്നത്. ദേ, യാത്രാ ചെലവിനുള്ള കാശും തന്നയച്ചിട്ടുണ്ട്. ഉണ്ടോ? പിന്നെ ഉണ്ട്. ദാ. ആ പിന്നെ നാളെ തന്നെ വന്നേക്കണം, ഞാൻ പോകുക. തമ്പ്രാൻ നിർബന്ധിച്ചുകൊണ്ട് മാത്രമാ ചാത്തൻ പറക്കമുറ്റാത്ത 2 കുഞ്ഞുങ്ങളെ കൊണ്ട് ഈ നാട്ടിലേക്ക് വീണ്ടും തിരിച്ചു വന്നത്. അതിങ്ങനെയൊക്കെ ആവുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ. ഒക്കെ ശരിയാ ചാത്ത, എല്ലാം ഞാൻ സമ്മതിച്ചു. കാത്തു ഈ വീട്ടിൽ കഴിയുന്ന കാര്യം ഇടുകയെ. അവൾ ഇനിയും വളരും, നിന്റെ മകളായിട്ട്. അതിന് നിനക്ക് എന്ത് വേണമെന്ന് പറ, ഞാനത് ചെയ്യും. മറിച്ചാണെങ്കിൽ തമ്പ്രാന്റെ വലതുകാൽ ചാത്തന്റെ തലയ്ക്ക് മീതെ നീളും. ചാത്തൻ തല താഴ്ത്തി തൊഴുത് നിന്നു തരും. അതാണ് ചാത്തന്റെ രക്തം. അതാണ് നിങ്ങളുടെയൊക്കെ വിജയവും. വിധേയത്വത്തിന്റെ തലതാഴ്ത്തൽ എന്ന് നിങ്ങൾ അവസാനിപ്പിക്കുന്നു, അന്നേ നിങ്ങളൊക്കെ ഗതി പിടിക്കൂ. വേലത്താനെ, പോയി കാത്തൂനെ നാളെ വിളിച്ചോണ്ട് വാ. എന്താ സംഭവിക്കുന്നതെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇവിടെ ആരും ചാത്തനെ തടയില്ല. പോ. ഇനി ഇങ്ങോട്ട് കാലെടുത്ത് വെച്ചാ 2ന്റെയും കാല് ഞാൻ വെട്ടും. ഇറങ്ങി പോടി അവിടുന്ന്. അച്ഛന് വേണ്ടി ഞാനാ പറയുന്നത്. ഈ ജന്തുവിന്റെ മുഖം കാണുന്നത് തന്നെ എനിക്ക് വെറുപ്പാ. കൊല്ലാനും മടിക്കില്ല ഇവിടെ ഞാൻ. കെട്ടിലമ്മ ചമഞ്ഞു നടക്കുന്ന നിന്റെ ഉടുമുണ്ടിന്റെ കുത്തൊന്നഴിഞ്ഞപ്പോ പൊട്ടി വീണതാടി ഈ നിൽക്കുന്ന വിത്ത്.
ഏറെ പ്രതീക്ഷയോടെ തുടങ്ങി വെച്ച ഒരു ജീവിതം അത് തകർന്നടിയാതിരിക്കാൻ ഒരുപാട് ശ്രമിച്ചു. പക്ഷേ സ്വന്തം മാന്യത സംരക്ഷിക്കാൻ വല്ലവന്റെ എച്ചില് വെച്ച് നീട്ടി തന്ന ഈ ചതി, അത് മാത്രം എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. സ്വന്തം വീട്ടിലേക്ക് വേലി ചാടി വന്നവൻ വിഷം തീണ്ടി പിടഞ്ഞപ്പോ ആ ജീവൻ രക്ഷിക്കാനുള്ള മനസ്സെങ്കിലും കാട്ടിയിരുന്നെങ്കിൽ ഈ ചതിക്കുഴിയിൽ പെടാതിരിക്കാനുള്ള യോഗമെങ്കിലും എനിക്കുണ്ടായേനെ. പിള്ളയാർ മഠത്തിലെ തമ്പുരാന് വലുത് ആത്മാഭിമാനവും തറവാട്ട് മഹിമയൊക്കെ ആണല്ലോ. ഞാൻ ഈ കേട്ടതൊക്കെ നേരാണോ അച്ഛ? എല്ലാം നഷ്ടപ്പെട്ട് പലവട്ടം ജീവനൊടുക്കാൻ ശ്രമിച്ച എന്നെ ജീവിതത്തിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുവന്ന ഒരു വലിയ മനുഷ്യന്റെ ജീവിതം കൂടി ഇല്ലാതാക്കി. ഒരു ഉറുമ്പിനെ പോലും നോവിക്കാൻ മനസ്സില്ലാത്ത എന്നെ ഇത്രമേൽ മനസ്സലിവില്ലാത്തവളാക്കിയില്ലേ? അച്ഛന്റെ ദുരഭിമാനത്തിന് എത്ര പേരുടെ ജീവിതം വില കൊടുക്കേണ്ടി വന്നതെന്ന് ഒരിക്കലെങ്കിലും അച്ഛൻ ചിന്തിച്ചിട്ടുണ്ടോ? ചെയ്തു കൂട്ടിയ ഈ പാപങ്ങൾക്ക് മരണം കൊണ്ട് പോലും മോക്ഷം കിട്ടുമെന്ന് അച്ഛൻ വിചാരിക്കണ്ട. മോളെ സുഭദ്രേ, നീ എന്തൊക്കെയാ പറഞ്ഞു കൂട്ടുന്നത്? അച്ഛന്റെ എല്ലാ പ്രവൃത്തികൾക്കും കൂട്ടു നിന്നിട്ട് മോളെ, ഒരച്ഛന്റെ അമ്മയുടെയും ഭാഗത്തുനിന്ന് നോക്കുമ്പോ അവർക്കുണ്ടാവും പറയാൻ ഏറെ ന്യായങ്ങൾ. എല്ലാം മറന്നേക്ക് മോളെ. ഒരു ദുസ്വപ്നം പോലെ എന്റെ മോളെല്ലാം മറന്നേക്ക്. ഒന്നൊഴികെ പെറ്റമ്മയുടെ സ്നേഹം എന്തെന്നറിയാത്ത ഈ പാവം കുഞ്ഞിന്റെ കാര്യമൊഴികെ ഇന്നു മുതൽ നമ്മുടെ മോളായി ഇവൾ ഇവിടെ വളരും. അതിനി ആരൊക്കെ എതിര് നിന്നാലും ഞാനുണ്ടാവും നിന്റെ കൂടെ. പക്ഷേ എപ്പോഴെങ്കിലും നീയായിട്ട് ഇവളെ വേദനിപ്പിച്ചു എന്ന് ഞാൻ അറിഞ്ഞാൽ Ha